السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ നമ്മുടെ ഈ അനുഗ്രഹീതമായ സദസ്സിന്റെ അധ്യക്ഷൻ സയ്യിദ് അലവി മൗലവി, സ്വാഗത ഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ ബഹ്റൈനിലെ സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട കാര്യദർശി അബ്ദുൽ വാഹിദ് സാഹിബ്, ആദരവുകൾ ഏറ്റുവാങ്ങി ഇവിടുത്തെ സേവനം താൽക്കാലികമായി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉമർ അൽ ഫാറൂഖ് ഹുദവി, നമ്മുടെ വേദിയിലുള്ള ബഹ്റൈൻ KMCCയുടെ നേതാക്കൾ, ഈ പരിപാടി സംഘടിപ്പിച്ച സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നേതാക്കൾ, പണ്ഡിതന്മാർ, പേരെടുത്ത് പറയേണ്ട വേദിയിലിരിക്കുന്ന ഓരോ ഏരിയയുടെയും പ്രിയപ്പെട്ട ഭാരവാഹികൾ, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ സദസ്സ് തിങ്ങി നിറഞ്ഞ് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദീനീ ബോധമുള്ള, ദീനീ സ്നേഹമുള്ള പ്രവർത്തകരെ, നേതാക്കളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ നടത്തുന്ന ബോധവൽക്കരണം ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന്റെ പേരിലായതുകൊണ്ട് ഒരു ദഅവത്തിന്റെ പ്രതിഫലം പടച്ച റബ്ബ് നമുക്ക് രേഖപ്പെടുത്തി തരുമാറാവട്ടെ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ദുസ്സഹമായി വരുന്ന ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്ക് കടിഞ്ഞാൻ പിടിക്കുന്നവർ ആരാണെങ്കിലും അവരെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഐക്യവും ഒരുമയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആദ്യമായി ഞാൻ ഈ പരിപാടി സംഘടിപ്പിച്ച ഇവിടുത്തെ സംഘടനാ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. കാലികമായൊരു വിഷയമെടുത്തുകൊണ്ട് സാന്ദർഭികമായി തന്നെ ഉത്ബോധനം നടത്താൻ നിങ്ങൾ മുന്നോട്ട് വന്നത് എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഇതിന് മുന്നോട്ട് വന്ന ഈ സംഘടനയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ തീർച്ചയായും അള്ളാഹു അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പടച്ചവർക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങൾ ഈ ഇരിക്കുന്ന ഹാളടക്കമുള്ള നമ്മുടെ ഈ സംവിധാനങ്ങൾ മതപരമായി നമ്മുടെ കുട്ടികൾക്ക് ദീനീ ബോധം പകരുവാനും നമ്മുടെ തലമുറയ്ക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും വേണ്ടി പ്രവാസ ലോകത്ത് അധ്വാനിക്കുന്നവർ കട്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഈ സ്റ്റേജ് പോലെ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഹാളും അതുപോലെ മദ്രസയുടെ ക്ലാസ് റൂമുകളും അടക്കമുള്ള ഈ മനോഹര സംവിധാനം ഈ രീതിയിലാക്കി തീർക്കുന്നതിന് വേണ്ടി ഒരുപാട് അധ്വാനങ്ങളും പണവും അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളും ചെലവഴിച്ചിട്ടുണ്ട് എന്ന കാര്യം ആർക്കും അറിയാം. അള്ളാഹുവേ, അവർക്കൊക്കെ നീ നിന്റെ സ്വർഗത്തിൽ ഉന്നത പദവി നൽകണേ തമ്പുരാനെ. ഞാൻ ആമുഖമൊന്നും പറയുന്നില്ല, കാരണം നാളെ ഡ്യൂട്ടിയുള്ള ദിവസവും കൂടി ആയതുകൊണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ ഒതുക്കി ഈ വിഷയത്തിന്റെ ഗൗരവം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ. ആ കടമ ഒരു കർത്തവ്യം പോലെ ഏറ്റെടുത്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒരല്പം ഒരു ബോധവൽക്കരണം എന്ന തലത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനമാണ് ഇൻഷാ അള്ളാഹ് നമുക്കിവിടെ നടത്തേണ്ടത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ സമുദായത്തിൽ തന്നെ പല ആളുകളും, പ്രത്യേകിച്ച് സാധാരണക്കാർ, ഒരു വേള വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഈ വഴിക്ക് ചിന്തിക്കാതെ ഏക സിവിൽ കോഡ് വന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരും, ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നവർ കൊണ്ടുവരട്ടെ, നമുക്ക് നമ്മുടെ രീതി അനുസരിച്ച് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരക്കാരൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, നമ്മളവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു ദഅവത്ത് എന്ന രീതിയിലാണ്
ബഹ്റൈനിൽ നമ്മുടെ പ്രിയപ്പെട്ട സംഘടന ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനും നിങ്ങൾക്കൊപ്പം ചേരാനും എനിക്ക് അവസരമുണ്ടായതിൽ ഞാൻ പടച്ചറപ്പിനെ സ്തുതിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ രാജ്യത്ത് വന്ന് ഭവിച്ചിരിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം നേരത്തെ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് KMCCയുടെ നായകൻ ജലീൽ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് ഒരു 32% വോട്ട് നേടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റ് 68-70% വോട്ടുകൾ അവർക്കെതിരാണ് എന്ന കാര്യം ചിന്തിക്കാതെ നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തിന് പോലും താല്പര്യമില്ലാത്ത വിധം ഒരു പുതിയ നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ കുൽസിത ശ്രമം നടത്തുകയാണ്. കുൽസിത ശ്രമം എന്നതിനെ ഞാൻ അടിവരയിട്ട് പറയുന്നു, കാരണം അവർക്ക് ലക്ഷ്യം പലതാണ്. അതിനവർ മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി മുത്തലാഖ് പോലുള്ള വിഷയങ്ങൾ എടുത്തുധരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുകയും ഇസ്ലാമിൽ ചില നിയമങ്ങൾ മാറ്റി എഴുതാനുണ്ടെന്ന് ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നിങ്ങളെ മനസ്സിനെ കേന്ദ്രീകരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമാണ് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്. 1774 ബ്രിട്ടീഷുകാര് ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നതും 1937 അതൊരു നിയമമായി പിന്നെ ഇന്നോളം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ നിലനിൽക്കുന്നതുമായ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുസ്ലിം പേഴ്സണൽ ലോ ആണ്. ഈ മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി നിയമമാണ്. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനസമൂഹം തീർച്ചയായും ആ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. തർക്കം ഏതും നമുക്കതിലില്ല. നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ നിയമം അനുസരിച്ചോളണം. പ്രവാസികളാണെങ്കിലും ഈ രാജ്യത്തിന്റെ നിയമം അനുസരിക്കാതിരുന്നാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയുടെ നിയമം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ത്യയുടെ കോടതി വിധി മാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നില്ല, നിയമത്തെ എതിർക്കുന്നില്ല. പക്ഷെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ വ്യക്തി നിയമത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടും സംരക്ഷണ ബോധവുമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളിൽ ഏകത്വമുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വിവിധ മതവിഭാഗങ്ങളും വിവിധ ആചാരങ്ങളും ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യക്കാരായ ആളുകളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവരുടെ വേഷത്തിലും അവരുടെ മതത്തിലും ആചാരത്തിലും ഭാഷയിലും ഭക്ഷണത്തിലും എല്ലാത്തിലും വ്യത്യാസമുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഒരു പഞ്ചാബിയും ഒരു ബംഗാളിയും ഒരു മറാഠിയും ഒരു കശ്മീരിയും ഒരു കേരളീയനും ഒരു തമിഴനും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിരന്നു നിന്നാൽ ഇവർ ഏത് രാജ്യക്കാരാണ് എന്ന് തോന്നിപ്പോകും. അത്ര വൈജാത്യമുണ്ട് അവരെ കണ്ടാൽ. ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഈ രാജ്യത്തെ ഒരു അറബിയെ നിങ്ങൾ കണ്ടാൽ അവർ ഒരു രാജ്യത്തെ ആൾ, അവർ ഏത് പ്രദേശത്തെ ആളുകൾ ഒരുമിച്ച് കൂടിയാലും ശരി അവരെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. നേരെ മറിച്ച് ഒരു അമേരിക്കക്കാരനാണെങ്കിലും ഇംഗ്ലണ്ടുകാരനാണെങ്കിലും അവൻ അതേ കൾച്ചറിൽ അതേ സ്വഭാവത്തിൽ നിലനിൽക്കുന്നത് കാണാൻ കഴിയും. നേരെ മറിച്ച് ഇന്ത്യയുടെ പ്രത്യേകത വ്യത്യസ്ത മതം, വ്യത്യസ്ത സ്വഭാവം, വ്യത്യസ്ത ഭക്ഷണ രീതി, വ്യത്യസ്ത ആചാര രീതി, വ്യത്യസ്ത വസ്ത്രധാരണാ രീതി. പാർലമെന്റ് പോലും സമ്മേളിക്കുമ്പോൾ നമ്മുടെ പാർലമെന്റിൽ ഓരോരുത്തരുടെയും വേഷവിധാനം പരിശോധിച്ചാൽ കാണാൻ കഴിയും ഏതൊക്കെയോ രാജ്യത്ത് നിന്ന് വന്ന ആളുകളുടെ പ്രതിനിധി സഭയാണെന്ന് തോന്നിപ്പോകും. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഈ നാനാത്വത്തിലെ ഏകത്വം നിലനിർത്തി കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള ഒരു ഭരണഘടന തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ വിചക്ഷണന്മാർ ഈ രാജ്യത്തിന് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നത്. ആർക്കും ഒരു പ്രയാസമില്ലാത്ത വിധം അവന്റെ വ്യക്തി നിയമങ്ങൾ അവന് അനുശാസിക്കുന്ന തരത്തിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം രാജ്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ രണ്ട് തരത്തിലുണ്ട്. CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ തീർച്ചയായും രാജ്യത്തിന്റെ CRPC എന്താണോ പറയുന്നത് അത് നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളൊരു കളവ് കേസിലോ അതല്ലെങ്കിൽ തത്തുല്യമായ എന്തെങ്കിലും ക്രിമിനൽ കുറ്റത്തിലോ ഏർപ്പെട്ടാൽ അതിന് കോടതി ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മുഴുവൻ കൊടുക്കുന്ന വിധി ഒന്നാണ്. നമുക്കതിൽ ഇന്ന് വരെ തർക്കമില്ല, ഇനിയൊട്ട് തർക്കമില്ല. ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മളത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ആ നിയമത്തെ നമ്മൾ ഒരിക്കലും വെല്ലുവിളിക്കുന്നില്ല.
നേരെ മറിച്ച് നമ്മുടെ രാജ്യത്ത് മുസ്ലിംകൾക്ക്, അതുപോലെ തന്നെ അവർക്ക് മാത്രമല്ല ഹിന്ദു വിഭാഗത്തിനും, അതുപോലെ തന്നെ സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ അവരുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട, അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ വിഷയങ്ങളിൽ കൃത്യമായ ചില നിയമ സംവിധാനങ്ങളുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമുക്കറിയാം, 937 മുഹമ്മദ് ലോ പറയുന്നത് നമ്മുടെ രാജ്യത്ത് അനന്തരാവകാശം, വിവാഹം, വിവാഹമോചനം, ഫസ്ഖ്, ഖുൽഅ്, ട്രസ്റ്റ്, വഖഫ്, ദാനം, ഇങ്ങനെ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് ഇസ്ലാമികമായി പാലിക്കേണ്ട ചില നിയമങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം രണ്ടുപേർ തമ്മിൽ തർക്കിച്ച് കോടതിയിലെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, ആ കോടതിയിൽ അവർ ചെല്ലുമ്പോൾ അവർക്ക് വിധി കൊടുക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലനിൽക്കുന്ന തരത്തിലുള്ള ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ടിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ വിധിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഉദാഹരണമായി, നമ്മുടെ പള്ളിയിൽ വെച്ചോ അനുബന്ധ സ്ഥലങ്ങളിൽ വെച്ചോ സവ്വജ്തുക എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു. ഖബിൽതു മിൻക നിക്കാഹഹ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് അത് സ്വീകരിച്ചു, വരൻ സ്വീകരിച്ചു. അത് ആരുടെ സാന്നിധ്യത്തിൽ നടന്നുവോ ആ ആൾ സാക്ഷി നിന്നുകൊണ്ട് ഈ വിവാഹം ഈ പള്ളിയിൽ വെച്ച് ഖാദി നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നു എന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അത് കോടതിയിൽ വിലയുള്ള കാര്യമാണ്. നിങ്ങളൊക്കെ ഭാര്യമാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി പാസ്പോർട്ട് ഓഫീസിലൊക്കെ മുൻ കാലഘട്ടങ്ങളിൽ കൃത്യമായി കൊടുത്തിരുന്നു പള്ളിയിലെ വിവാഹ സർട്ടിഫിക്കറ്റ്. ഇന്നും അതിന് കോടതിയിൽ വിലയുണ്ട്. നമ്മൾ അത് വളരെ വ്യക്തമായി കൃത്യമായി പാലിച്ചു വരുന്നുണ്ട്. എന്നാൽ ഏക സിവിൽ കോഡ് വന്നാൽ സവ്വജ്തുക അല്ലെങ്കിൽ അങ്കഹത്തുക എന്നൊന്നും പറഞ്ഞ വിവാഹത്തിന് സാധുതയില്ല. കാരണം അത് ഇന്ത്യയിലെ അമുസ്ലിമിന് സ്വീകാര്യമല്ലല്ലോ. എന്റെ ഹിന്ദു സുഹൃത്തിന് പള്ളിയിൽ വെച്ച് നടത്തുന്ന നിക്കാഹിൽ യാതൊരു കാര്യവുമില്ല. അമ്പലത്തിൽ താലി ചാർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി വെച്ചുകൊണ്ടോ വലം വെച്ചുകൊണ്ടോ ചെയ്യുന്ന വൈവാഹിക ചടങ്ങിന് നമുക്ക് യാതൊരു താല്പര്യവുമില്ല. നമ്മൾ അവരുടെ ആചാരം എന്ന രീതിയിൽ നമ്മൾ അതിനെ എതിർക്കുന്നില്ല. ഈ രണ്ട് വിവാഹ രീതികൾ, അതുപോലെ സിഖ് സമുദായത്തിന്റെ വിവാഹ രീതി വേറെ, ക്രൈസ്തവ സമൂഹത്തിന്റെ വിവാഹ രീതി വേറെ, ഇതെങ്ങനെ ഏകീകരിക്കും? ഒരു ഭാര്യയും ഭർത്താവും തർക്കിച്ച് കോടതിയിൽ ചെന്നാൽ അവർക്ക് എങ്ങനെ വിധി കൊടുക്കും? ഏക സിവിൽ കോഡ് വന്നാൽ ആരുടേതായിരിക്കും ആ കോഡ്? ഇന്ന് ഇസ്ലാമിന്റെ വിധി അനുസരിച്ചുകൊണ്ട് കിതാബിൽ എന്താണോ പറഞ്ഞത്, രണ്ട് വിഭാഗമാക്കി തിരിച്ചിരിക്കുന്നു മുസ്ലിങ്ങളെ, ഷിയ, സുന്നി. ഒന്ന് ഷിയ, ഒന്ന് സുന്നി. മുസ്ലിം സമൂഹത്തിലെ മറ്റവാന്തര വിഭാഗങ്ങളൊക്കെ ഈ സുന്നി എന്നതിൽപ്പെട്ടു. രണ്ട് വിഭാഗമേ നിയമത്തിന് മുമ്പിൽ മുസ്ലിങ്ങളുള്ള, ഒന്ന് ഷിയാക്കളും സുന്നികളും. ഷിയാക്കൾക്ക് അവരുടേതായ നിയമമുണ്ട്, സുന്നികൾക്ക് എന്ന് പറയുന്ന നമുക്ക് അതേതായ നിയമമുണ്ട്. ആ നിയമം എങ്ങനെയാണോ ക്രോഡീകരിക്കപ്പെട്ടത് അതനുസരിച്ചൊരു ലോ ഇന്ത്യയിൽ പ്രത്യേകമായി പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടിക്കൊണ്ട് നേരത്തെ നിർമ്മിച്ചു വെച്ചതുണ്ട്. അത് ഖുർആന്റെ അധ്യാപനങ്ങൾക്കും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്കും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിനും വിരുദ്ധമല്ല, കൃത്യമായി അത് പാലിച്ചുകൊണ്ടുള്ളതാണ്. ഏക സിവിൽ കോഡ് വരുമ്പോൾ ഈ മുഹമ്മദ് ലോക്ക് യാതൊരു തരത്തിലും നിലനിൽപ്പില്ലാതെ വരുമെന്ന് മാത്രമല്ല, അത് കോടതിക്ക് മുമ്പിൽ പ്രസക്തമല്ല. എന്റെ പിതാവിന്റെ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഒരു തർക്കം വന്നാൽ എനിക്ക് കോടതിയിൽ ചെന്നാൽ ഇസ്ലാമികമായി എനിക്ക് കിട്ടാനുള്ള അവകാശം കിട്ടും. നേരെ മറിച്ച് യൂണിഫോം സിവിൽ കോഡ് വന്നാൽ എന്റെ അവകാശം ഇസ്ലാമികമായി കിട്ടില്ല. പെങ്ങൾ ഒരു പക്ഷേ കോടതിയിൽ ചെന്ന് എനിക്ക് ആങ്ങൾക്ക് കിട്ടിയ അത്രയും സ്വത്ത് കിട്ടണമെന്ന് വാദിച്ചാൽ ഒരു പക്ഷേ അത് കൊടുക്കുന്ന സാഹചര്യം വരും. ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവിടെ സ്ത്രീയെ ഇസ്ലാം അവഗണിച്ചതാണോ? അത് നമുക്ക് പരിശോധിക്കാൻ വേറെ വഴിയുണ്ട്. ഇസ്ലാം പറഞ്ഞിരിക്കുന്നതിന്റെ സ്വത്തവകാശ രീതി അനുസരിച്ച് മാത്രമേ മുസ്ലിങ്ങൾക്ക് അത് സ്വീകാര്യമാകൂ. അല്ലാതെ പിതാവിന്റെ സ്വത്തവകാശത്തിൽ സ്വന്തം താല്പര്യം വെച്ചുകൊണ്ട് കോടതിക്ക് മുമ്പിൽ ചെന്നാൽ വിധി കിട്ടില്ല. ഏക സിവിൽ കോഡ് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒരിക്കലും ഇസ്ലാമികമായ സ്വത്തവകാശം പ്രശ്നമേ ആകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവം എടുത്തു സൂചിപ്പിക്കുന്നത്. ഇത് നടപ്പാക്കാൻ നമ്മുടെ രാജ്യത്ത് ശ്രമിക്കുന്ന ആളുകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനത്തിലേക്കാണ് ഞാൻ ആദ്യം നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. അവർ ചെയ്ത പ്രവർത്തനം ഇന്ത്യയിലെ കോടതിയിൽ നിന്നും പ്രത്യേകമായി ലോ കമ്മീഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കോടതി പലപ്പോഴും ഏക സിവിൽ കോഡ് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. കോടതി ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സംശയിക്കുന്നു, കോടതിയെ കൊണ്ട് പക്ഷെ ചോദിപ്പിക്കുകയാവാം, കോടതിയുടെ ഇടപെടൽ ഇതിൽ ഉണ്ടാക്കുകയാവാം. എന്തുകൊണ്ട് ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് കോടതി പലപ്പോഴും ചോദിച്ചു. ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ നിയമ കമ്മീഷനാണ് നമ്മുടെ രാജ്യത്ത് കുറെ ചോദ്യാവലികളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 16ഓളം ചോദ്യങ്ങളുടെ ഒരു ചോദ്യാവലി.
ലോ കമ്മീഷൻ ആ ചോദ്യാവലി ഇന്ത്യ മഹാരാജ്യത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലോ കമ്മീഷന്റെ ചോദ്യാവലിയിൽ 16ഓളം ചോദ്യങ്ങളുണ്ട്. ഇത് ലോ കമ്മീഷൻ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള അഭിപ്രായം തേടുകയാണ്. ഇതിന്റെ ആമുഖത്തിൽ തന്നെ അവർ പറയുന്നത്, ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ വെൽക്കംസ് ഓൾ കൺസേൺ ടു എൻഗേജ് വിത്ത് അസ് ഓൺ ദ കോംപ്രിഹെൻസീവ് എക്സസൈസ് ഓഫ് ദ റിവിഷൻ ആൻഡ് റിഫോം ഓഫ് ഫാമിലി ലോസ്. കുടുംബ നിയമങ്ങളുടെ പരിഷ്കരണത്തിന് വേണ്ടി ജനങ്ങളുടെ വിശാലമായ ഒരു അഭിപ്രായം തേടലാണ് ഇത്. ആസ് ദ ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൽ എൻഡെവർ ടു പ്രൊവൈഡ് for its citizen a uniform civil code throughout the territory of India. Throughout the territory of India. ഇന്ത്യയിൽ മുഴുവൻ ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നമ്മുടെ ഭരണഘടനയുടെ 44-ാം വകുപ്പ് അനുശാസിക്കുന്നത് കൊണ്ട് ഭരണഘടനയുടെ 44-ാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ള ആ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനുള്ള ജനങ്ങളുടെ അഭിപ്രായം തേടാൻ ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയ നിയമ കമ്മീഷൻ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ചോദ്യാവലിയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ചോദ്യാവലി മുഴുവൻ ആളുകളും കണ്ടുകൊള്ളണമെന്നില്ല. ഈ ചോദ്യാവലിക്ക് ആർക്കും ആൻസർ ചെയ്യാം. മുസ്ലിമിന് ആൻസർ ചെയ്യാം, അമുസ്ലിമിന് ആൻസർ ചെയ്യാം. ഈ ചോദ്യാവലിയിൽ മുസ്ലിമിന്റെ ചോദ്യമുള്ള ചോദ്യമുണ്ട്, ക്രൈസ്തവരോടുള്ള ചോദ്യമുണ്ട്, ഹിന്ദുക്കളോടുള്ള ചോദ്യമുണ്ട്. പക്ഷെ ഇത് കൂടുതൽ ബാധിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്താ കാരണം? മറ്റുള്ളവർക്കൊക്കെ ഒരു പക്ഷേ നിയമങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ആകാവുന്നതാണ്. അവർക്ക് അവരുടെ മതനിയമങ്ങളിൽ ചില്ലറ മാറ്റിത്തിരുത്തലൊക്കെ വരുത്താൻ അവർക്ക് മതാധ്യക്ഷന്മാർ കൂടിച്ചേർന്നാൽ അവസരമുണ്ട്. ക്രൈസ്തവ സമൂഹം പലപ്പോഴും അവരുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ സഭ കൂടിച്ചേർന്നുകൊണ്ട് നിയമങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് മാറ്റാറുണ്ട്, കാലോചിതമായി പരിഷ്കരിക്കാറുണ്ട്. ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ഗ്രൂപ്പിനും പല രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ്. നേരെ മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരീഅത്ത് നിയമത്തിൽ ഒരു കൈകടത്തലും നടത്താൻ കഴിയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ നിയമമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ് ഹദീസ്. ഈ ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് മഹാന്മാർ ക്രോഡീകരിച്ച മതത്തിന്റെ നിയമം, അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും നമുക്ക് കഴിയില്ല. നമ്മൾ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് അതൊരു കാർക്കശ്യമല്ല, മറ്റൊരാൾക്കും അതുകൊണ്ടൊരു ദ്രോഹവും ഇല്ല. ഇന്നേ വരെ ഇന്ത്യയിൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് കോടതിയിൽ മുസ്ലിമിന് ഒരു വിധി കിട്ടിയിട്ട് മുഹമ്മദ് ലോ നിലനിന്നിട്ട് ശരീഅത്ത് ആപ്ലിക്കേഷനായിട്ട് നിലനിന്നിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അതുകൊണ്ട് ദ്രോഹമുണ്ടായത് പറയട്ടെ? ആർക്കെങ്കിലും മുസ്ലിം പേഴ്സണൽ ലോ കൊണ്ടൊരു ദ്രോഹമുണ്ടായത് പറയട്ടെ? ഏതെങ്കിലും ഒരു മതവിഭാഗം അതേക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ കോടതിയെ കൊണ്ട് എന്തിനാ ഇത് ചോദിപ്പിക്കുന്നത്? കോടതിക്ക് അത് ചോദിക്കാൻ അർഹതയുണ്ടോ? ഒന്ന് ചോദ്യം. രണ്ട്, നമ്മുടെ ഭരണഘടനയിലെ 44-ാം അനുച്ഛേദമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നത് പ്രത്യേകം എടുത്തു ധരിക്കുന്നു. എന്താണ് 44-ാം അനുച്ഛേദം? നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് അവർ സ്റ്റേറ്റ് പോളിസി 36 മുതൽ 51 വരെയുള്ള വകുപ്പ് നിങ്ങൾക്കൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി പരിശോധിച്ചാൽ ഈ പേജ് നെറ്റിൽ നിന്ന് കിട്ടും. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് ഞാൻ പറയുന്നത്. വികാരം കൊണ്ടിട്ട് ഫലമില്ല, കാര്യത്തെക്കുറിച്ച് പഠിക്കണം. ആദ്യം ഒരു വിഷയം വരുമ്പോൾ നമ്മൾ കൃത്യമായി പഠിക്കണം. ഒരു വിഷയത്തെ പഠിച്ചു നേരിടുന്നതും വൈകാരികമായി സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊരു വൈകാരിക വിഷയമല്ല, ഇത് അടിസ്ഥാന പ്രശ്നമാണ്. നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നൊരു വാചകം, കൃത്യമായി പറയുന്ന ആദ്യത്തെ വാചകം, ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട്. ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട്. ഈ രാജ്യത്തെ മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്ന 36 മുതൽ 51 വരെയുള്ളതിനാണ് ദിസ് പാർട്ട് എന്ന് പറഞ്ഞത്. ഈ നിയമസംഹിത അഥവാ ഈ പറയപ്പെടുന്ന ഭാഗം, ബാക്കി ഞാൻ വായിക്കാം. cannot be enforced by any court. ഭരണഘടനയിൽ പറയും cannot be enforced, ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല. any court, ഒരു കോടതി. ഇങ്ങനെ ഒരു സംഭവം രാജ്യത്ത് നടപ്പാക്കാൻ ഒരു കോടതിക്കും പറയാൻ അവകാശമില്ല. കോടതിയേക്കാൾ മേലെയല്ലേ ഭരണഘടന? നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അനുസരിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് വിധി കൊടുക്കാനല്ലേ കോടതി? മാത്രമല്ല രണ്ടാമത് വീണ്ടും പറയുന്നു, ആർട്ടിക്കിൾ 37 തുടങ്ങുമ്പോൾ പറയുന്നു, this provision contained in this part shall not be enforced. നേരത്തെ പറഞ്ഞു cannot be enforced.
പിന്നെ പറയാം ഷാൽ നോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി കോർട്ട്. ഒരു കോടതിക്കും ഇത് നടപ്പാക്കാൻ പറയാൻ അവകാശമില്ല. ഞാനത് പറഞ്ഞാൽ ഒരിക്കലും കോട്ട ലക്ഷ്യമാവില്ല. കാരണം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ഒരു കോടതിക്കും ഇത് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ അവകാശമില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി പറഞ്ഞാൽ അതിന്റെ മേലെ ആരാ ഇവിടെ? ഭരണഘടനയിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് നോക്കി ജനങ്ങൾക്ക് വിധി കൊടുക്കേണ്ടവരാണ് ജസ്റ്റിസ്. ഷാൽ നോട്ട് ബി എൻഫോഴ്സ് എന്ന് ഭരണഘടന പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് ചോദിക്കാൻ ഇവരാരാ? ഞാനൊരിക്കലും നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയല്ല, ഞാൻ ഭരണഘടനയ്ക്ക് ഒപ്പം നിന്നുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയുടെ ഭരണഘടനയെ മാനിക്കുന്നു, ഇന്ത്യയുടെ അഖണ്ഡതയെ മാനിക്കുന്നു. നമ്മൾ പൂർണ്ണമായും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിധേയമായി ജീവിക്കേണ്ടവരാ. ഒരിക്കലും നമ്മൾ ഭരണഘടനയെ വെല്ലുവിളിക്കില്ല. നമ്മുടെ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും ഫണ്ടമെന്റൽ റൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് വേറെ പറയാം. ഞാൻ പറയുന്ന വിഷയം ഓരോന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയി നിങ്ങൾ മനസ്സിലാക്കണം. ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അടിസ്ഥാന അവകാശമാണ്. അത് ഞാൻ പിന്നീട് പറയാം. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന വിഷയം നമ്മുടെ ഭരണഘടനയിൽ 44-ാം അനുച്ഛേദത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. ഈ 44-ാം അനുച്ഛേദത്തിൽ സൂചിപ്പിച്ച ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഇതിൽ സൂചിപ്പിച്ച മറ്റു കാര്യങ്ങളെ കുറിച്ച് ഗൗരവത്തോടെ ചിന്തിച്ചു നോക്കുക. അതിലെന്താ ഒന്ന് ആർട്ടിക്കിൾ 37 പറയുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു, ഇതൊരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. എന്നിട്ട് കുറെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ പുതിയ നിർദ്ദേശങ്ങൾ വെച്ച കൂട്ടത്തിൽ ഈ നിന്നിട്ടുള്ളതിൽ കൃത്യമായി പറയുന്ന 39 പറയുന്ന ഒരു കാര്യം, ദാറ്റ് there is equal pay to equal work for both men and women. Men and women, ആണിനും പെണ്ണിനും തുല്യ ജോലിക്ക് തുല്യ വേതനം രാജ്യത്ത് കൊടുക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്നുണ്ടോ? ആണിനും പെണ്ണിനും തുല്യ വേതനം കൊടുക്കുന്നുണ്ടോ? ഇതെന്തുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നില്ല? 44 നടപ്പാക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് 39 കുറിച്ച് ചിന്തിച്ചില്ല? നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആണിനും പെണ്ണിനും തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കാൻ എന്തേ രാജ്യത്ത് സംവിധാനമില്ലാത്തത്? തൊഴിലുറപ്പ് പദ്ധതി വരെ കൊണ്ടുവരുമ്പോൾ പെണ്ണുങ്ങൾക്ക് റിസർവ് ചെയ്തിരിക്കുക, കാരണം കുറഞ്ഞ പൈസ ഉണ്ടാവുള്ളൂ. അത് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. എന്നും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുരുഷന്റെ പകുതി കൂലി വാങ്ങുന്ന, അവർ വൈകുന്നേരം വരെ പേറി നടക്കുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തില്ലേ? എന്തേ ഈ ഭരണഘടന ഈ തോതിൽ പരാമർശിച്ചിട്ട് അതേക്കുറിച്ച് ആളുകൾക്ക് പരാതിയില്ല? 44-ാം അനുച്ഛേദത്തിൽ പറഞ്ഞത് ശരിയാണ്, ഞാൻ വായിക്കാം. ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ മൊത്തം പ്രദേശത്ത് എല്ലാവർക്കും ഒരൊറ്റ കോഡ്, ഒരു സിവിൽ കോഡ്, അത് നടപ്പാക്കാൻ ശ്രമിക്കണം എന്നാണ് ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ സിറ്റിസൺ എന്ന ഹെഡിങ്ങിൽ പറയുന്നത്. യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ സിറ്റിസൺ കൃത്യമായി പറയുന്നത്. എന്നാൽ അത് പറയുന്ന ഇതേ മാർഗനിർദ്ദേശ തത്വം തന്നെ തൊട്ടടുത്ത് 45 പറയുന്നു. 44 ആ നിർദ്ദേശമുണ്ടെങ്കിൽ 45 പറയുന്നു, the state shall endeavor to provide within a period of 10 years from the commencement of this constitution. ഈ ഭരണം നിലവിൽ വന്നതിന്റെ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ, ഇപ്പൊ എത്ര കൊല്ലമായി ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ രാജ്യം ചെയ്തിരിക്കണം ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 14 years. 14 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് രാജ്യത്തെ ഓരോ കുട്ടിക്കും നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം. നമ്മുടെ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വത്തിലെ 45 അത് രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ കുട്ടികൾ ഈ രാജ്യത്തെ ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ രാജ്യത്തെ സകല കുട്ടികൾക്കും നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം 14 വയസ്സിന് മുമ്പ് കൊടുത്തിരിക്കണം. കൊടുത്തോ നമ്മുടെ രാജ്യം? ഇന്നും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പ്ലേറ്റ് കഴുകുന്ന കുട്ടികൾ, കിടക്കവിരി വിരിക്കുന്ന കുട്ടികൾ, തെരുവിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ, രാവന്തിയോളം പണിയെടുക്കുന്ന പാവം കുട്ടികൾ, ഭിക്ഷയാചിച്ചെടുക്കുന്ന കുട്ടികൾ, കയ്യും കാലും മുറിക്കപ്പെട്ട് ഭിക്ഷയാചിക്കുന്ന കുട്ടികൾ, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അവരെ സമുദ്ധരിക്കാനും ബാലവേല നിരോധിക്കാനും നമ്മുടെ രാജ്യത്തെ നിയമമുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല? പാവപ്പെട്ട കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ കിഡ്നി കീറിയെടുത്ത് വിൽക്കുന്ന സംവിധാനം വരെ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പത്രകോളങ്ങളിൽ വായിച്ചില്ലേ നിങ്ങൾ?
എന്തേ അവരെ കുറിച്ച് ആർക്കും ഒരു മനപ്രയാസവുമില്ലേ? 44 മനുഷ്യത്വം ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ രാജ്യം രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല? നമ്മുടെ നാട്ടിലൊക്കെ ബംഗാളിൽ നിന്നും വന്ന കുട്ടികൾ, കേരളത്തിൽ പോലും കൊച്ചു പ്രായമുള്ള കുട്ടികൾ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടികൾ കുറച്ച് നേരത്തേക്ക് ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ട്രെയിനിലൊക്കെ കൈനീട്ടി യാചിച്ച് നടക്കുന്ന കുട്ടികൾ എത്രയുണ്ട് നമ്മുടെ രാജ്യത്ത്? നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം ഈ പാവം കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ഭരണഘടന 10 കൊല്ലത്തിന്റെ ഉള്ളിൽ രാജ്യം നിലവിൽ വന്ന്, അഥവാ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന് 10 കൊല്ലത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ്. 6-7 പതിറ്റാണ്ട് പിന്നിട്ടും 10ന്റെ മടങ്ങുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിനല്ലേ പ്രിഫറൻസ് കൊടുക്കേണ്ടത്? 10 കൊല്ലത്തിനുള്ളിൽ നടപ്പാക്കേണ്ട കാര്യത്തിന് പ്രിഫറൻസ് കൊടുത്തില്ല. അപ്പോൾ ഇതിലെന്തോ ദുരുദ്ദേശമുണ്ട്, ശരിയല്ലേ? മാത്രമല്ല, പിന്നെയും ഈ മാർഗനിർദ്ദേശ തത്വം പറയുന്ന മറ്റൊരു കാര്യം നോക്ക് നിങ്ങൾ. ഈ മാർഗനിർദ്ദേശ തത്വത്തിൽ വളരെ പ്രധാനമായി 46 പറയുന്നു. 46 പറയുന്നത് സ്റ്റേറ്റ് ഷാൽ പ്രൊമോട്ട് വിത്ത് സ്പെഷ്യൽ കെയർ, പ്രത്യേകമായ പരിഗണന ഈ രാജ്യം കൊടുത്തിരിക്കണം, ദ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഫോർ ദ വീക്കർ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. സമൂഹത്തിലെ വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന സമൂഹത്തിലെ ദുർബല ജനവിഭാഗത്തിന് പ്രത്യേക പരിഗണന കൊടുക്കണം. ആൻഡ് ഇൻ പർട്ടിക്കുലർ ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് and shall protect them from social injustice and all form of exploitation. Exploitation എന്ന ചൂഷണം, എല്ലാ ചൂഷണത്തിൽ നിന്നും സാമൂഹ്യ അനീതിയിൽ നിന്നും ഈ വിഭാഗത്തെ, പിന്നോക്ക ജനവിഭാഗത്തെ, ഹരിജനങ്ങൾ അടക്കമുള്ള ആളുകളെ പ്രത്യേകിച്ച് രക്ഷപ്പെടുത്തണം. ഞാൻ ചോദിക്കട്ടെ, ഉത്തരേന്ത്യയിൽ ഇന്നും ഹരിജനങ്ങൾക്ക് വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റം കിട്ടുന്ന സ്ഥലങ്ങളില്ലേ? മറ്റുള്ളവന്റെ കൂടെ ഹോട്ടലിൽ കയറാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഉത്തരേന്ത്യയിലുണ്ടല്ലോ, വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, തെരുവിൽ നടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. കേരളത്തിൽ പോലും അതുണ്ടായിരുന്നില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ സവർണ തമ്പുരാക്കന്മാരുടെ പാടശേഖരങ്ങളിൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കൂലി പോലും നേരിട്ട് ചോദിക്കാൻ പറ്റാതെ വൈകുന്നേരം ഒന്ന് ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഉയർന്നു നിൽക്കുന്ന വൈക്കോൽക്കുനിയുടെ മറവിൽ കൊണ്ടുപോയിട്ട് കുടികുത്തി അതിൽ കഞ്ഞി കുമ്പിളിൽ വിളമ്പിക്കൊടുത്ത് കയ്യിൽ പോലും കൊടുക്കാതെ കഞ്ഞി കയ്യിൽ കൊണ്ടില്ലാതെ കൈ കൊണ്ട് വാരി കുടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഓർക്കണം നിങ്ങൾ. അന്ന് ഈ പാവപ്പെട്ട ഹരിജൻ പിന്നോക്ക ജനവിഭാഗത്തെ കോലായിൽ കയറ്റിയിരുത്തി അവർക്ക് പാത്രത്തിൽ കഞ്ഞിയും കയ്യിലും വെച്ച് കൊടുത്ത മലബാറിലെ മാപ്പിള മക്കളാ. പഠിക്കണം നിങ്ങൾ. മാപ്പിളമാർക്ക് അവരോട്, മുസ്ലിങ്ങൾക്ക് അവരോട് യാതൊരു വിദ്വേഷമില്ല. എന്തിനധികം കേരളം വിദ്യാഭ്യാസപരമായി ഇന്ത്യയിൽ മുന്നോട്ട് നിൽക്കുന്ന പ്രദേശമാണ്. എഡ്യൂക്കേഷനിൽ കേരളം വളരെ മുന്നിലാണ്. ഈ കേരളത്തിലാണ് ഏകദേശം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു 5-8 വർഷം മുമ്പ് റിട്ടയറായി തന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അയാൾ ഇരുന്ന കസേരയുടെ പേരിൽ ചാണകമൊടിച്ച് കഴുകി കേരളത്തിൽ. കാരണം അയാൾ ഹരിജനായിരുന്നു. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ എഴുതി, ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു IAS ഓഫീസർ പിന്നോക്കക്കാരനായതുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോയ കസേരയും ഇരുന്ന റൂമും അയാളുടെ കാറും ചാണകമൊടിച്ച് കഴുകി എന്ന് പറയുമ്പോൾ സവർണന്മാർ എവിടെയാണ് ഇന്ത്യയിൽ? ഇത് നടപ്പാക്കാൻ നമ്മുടെ രാജ്യത്തിന് പറ്റിയോ? ഇന്നും അവർക്ക് പൂർണ്ണ നീതി കൊടുത്തിട്ടില്ല. എന്നിട്ട് പോരെ ഏക സിവിൽ കോഡ്? ആർട്ടിക്കിൾ 47 പറയുന്നു, കൃത്യമായി പറയുന്നു, ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു ബ്രിങ് അബൌട്ട് പ്രൊഹിബിഷൻ, നിരോധനത്തെ കുറിച്ച് അവർ എന്തിന്? പ്രൊഹിബിഷൻ ഓഫ് കൺസപ്ഷൻ എക്സെപ്റ്റ് ഫോർ മെഡിസിനൽ പർപ്പസ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്. ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ലഹരി കുടിക്കുന്നത്, മദ്യം. ആൻഡ് ഓഫ് ഡ്രഗ്സ് വിച്ച് ആർ ഇൻജൂരിയസ് ടു ഹെൽത്ത്, ശാരീരികമായി മനുഷ്യന്റെ ആരോഗ്യത്തിന് ക്ഷയമുണ്ടാക്കുന്ന ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്, അതുപോലെ ഡ്രഗ്സ്, ലഹരി പാനീയങ്ങളും കള്ളും മനുഷ്യൻ കുടിക്കുന്നത് പൂർണ്ണമായി നിരോധിക്കണം എന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 47 പറയുന്നു. വളരെ ഉപകാരമുള്ള കാര്യമാണ്. രാജ്യം രക്ഷപ്പെടും, ഒരുപാട് ഗുണമുണ്ടാകും. എന്തേ നടപ്പാക്കാൻ ശ്രമിക്കാത്തത്? അപ്പൊ രാജ്യത്തിന്റെ പുരോഗതിയല്ല ഇതിന്റെ ഉദ്ദേശ്യം എന്ന് വ്യക്തമായല്ലോ. ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നത് രാജ്യത്തെ രക്ഷപ്പെടുത്താനോ രാജ്യത്തെ പുരോഗതിപ്പെടുത്താനാണെങ്കിൽ അതിന്റെ മുമ്പ് നടപ്പാക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, ഇത് കോടതിക്ക് പറയാൻ അവകാശമില്ലെന്ന് കൃത്യമായി നമ്മുടെ ഭരണഘടന പറയുന്നു. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിൽ വെക്കുക. അത് കൃത്യമായി മനസ്സിലാക്കിയ വെച്ച ശേഷം പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉണ്ടാക്കി വെച്ച ആളുകൾ ശ്രദ്ധേയമായ ഭരണഘടനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25, ഭരണഘടനയുടെ 25-ാം വകുപ്പ് ഈ രാജ്യത്ത് അഥവാ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകുന്നു. അതിന്റെ വകുപ്പിന്റെ ആമുഖത്തിൽ തന്നെ എഴുതി വെച്ച കാര്യം എന്താ? ആർട്ടിക്കിൾ 25 ഈസ് വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ.
വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്. അടിസ്ഥാനപരമായ രാജ്യത്തെ അവകാശത്തിന്റെ ഒരു നെടുന്തൂണാണ്, വൺ ഓഫ് ദ പില്ലർ, ഒരു നെടുന്തൂണാണ് ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണഘടന തുടങ്ങുന്നത്. ഇത് ഫണ്ടമെന്റൽ റൈറ്റാ, മറ്റേത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാ. ഇത് അടിസ്ഥാന തത്വമാണ്, മറ്റേ നിർദ്ദേശ തത്വമാണ്. നിർദ്ദേശ തത്വം പറഞ്ഞപ്പോഴേ പറഞ്ഞു കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. ഇത് പറഞ്ഞപ്പോഴേ പറഞ്ഞു ഇത് രാജ്യത്തിന്റെ നെടുന്തൂണ, അനക്കാൻ പറ്റൂല. എന്നിട്ട് കൃത്യമായി പറഞ്ഞ് ശ്രദ്ധിക്കൂ, എന്താണ് അതിന്റെ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 25. ഭരണഘടനയാണ് ഞാൻ ഈ വായിക്കുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനക്കോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാരമ്പര്യത്തിനോ പൈതൃകത്തിനോ എതിർത്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. രാജ്യസ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യോഗം. ആരെയും എതിർക്കാനല്ല, രാജ്യദ്രോഹം പറയാനല്ല. രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി ചോര നീരാക്കി മരിച്ചുപോയൊരു സമൂഹത്തിന്റെ പിന്മുറക്കാർ. അള്ളാഹു നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്ത് മരിച്ചുപോയ മഹത്തുക്കളായ ആളുകൾക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഞാൻ ഇപ്പോഴും വരുന്നത് ഒരു ഹോളി ലാൻഡ് ടൂർ നടത്തിയില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിലുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നിസ്കരിച്ച് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം മനോഹരമായി കെട്ടിയ ഒരു മക്ബറ. മഹാനായ മൗലാന മുഹമ്മദ് അലി അന്ത്യവിശ്രമം കൊള്ളുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിലാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ധീരനായ പോരാളി. അങ്ങനെ തന്നെ എഴുതി മുജാഹിദുൽ ഹിന്ദ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പേരെഴുതി വെച്ചുകൊണ്ട്, മൗലാന മുഹമ്മദിയുടെ പേരെഴുതി വെച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ വട്ടമേശ സമ്മേളനത്തിന് പോയിരുന്ന മൗലാന മുഹമ്മദ് അലി, ഒന്നുകിൽ എനിക്ക് ഈ നാട്ടിൽ 6 അടി മണ്ണ് വേണം, അല്ലെങ്കിൽ സ്വതന്ത്ര മണ്ണിലേക്ക് എനിക്ക് പോകാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് ജോർജ് അഞ്ചാമന്റെ കുഞ്ചിരോമം പിടിച്ച് വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി. ആ മുഹമ്മദിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ രാജ്യദ്രോഹമാണെന്ന് പറയുന്നതെന്ന് വിളിച്ചു പറയാൻ ഇന്ത്യയിൽ ഒരുത്തനും വളർന്നിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ മക്കളാണ്, ആ രാജ്യത്തിന്റെ പ്രവർത്തകരാണ്, ആ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാ. ആ രാജ്യസ്നേഹം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ രാജ്യത്തെ ആർട്ടിക്കിൾ 25 പറയുന്നു, ദ സ്റ്റേറ്റ്, നമ്മുടെ രാജ്യം പറയുന്നു, ദ ആർട്ടിക്കിൾ 25 സ്റ്റേറ്റ്സ് ദാറ്റ് every individual is equally entitled to freedom of conscience and has the right to profess, practice and propagate religion of one's choice. ആ പറഞ്ഞ വാചകം ശ്രദ്ധിക്കൂ നിങ്ങൾ. ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം രഹസ്യമായിട്ടല്ല നമ്മുടെ ഭരണഘടന പറയുന്നു. ആൻഡ് ഹാസ് ദ റൈറ്റ് ടു പ്രൊഫേഴ്സ്, പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് റിലിജിയൻ. വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും. വിശ്വസിക്കുക, അനുഷ്ഠാന കർമ്മം നടത്താം, പ്രചരിപ്പിക്കാം. മറ്റുള്ളവർക്ക് ഹാനിയാകാത്ത രീതിയിൽ അത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 25 കൃത്യമായി പറയുന്നു. മാത്രമല്ല, വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ദ ആർട്ടിക്കിൾ 25 ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്ഇന്റർപ്രറ്റഡ് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് 25 എന്ന് ഭരണഘടന തന്നെ പറയുന്നു. ഞാൻ ഇത് വായിച്ചത് വരെയുള്ള 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ 2 കാര്യങ്ങൾ, ഒന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്, മാർഗനിർദ്ദേശ തത്വം. ഒന്ന് അടിസ്ഥാന രേഖയാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ല, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. അതിലൊരു മാറ്റം വരുത്താൻ രാജ്യത്ത് ആർക്കും അവകാശമില്ല. ഇവിടെ പറഞ്ഞ വാചകം ഫ്രീലി ടു പ്രൊഫേഴ്സ്, പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ്. നമുക്ക് വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ശരിക്കും നമുക്കതിന് അവകാശം തന്നിട്ടുണ്ട് എന്നാണല്ലോ കൃത്യമായി നമ്മളിതിൽ കാണുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എങ്ങനെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും? ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനത് മുഴുവൻ വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യം അവർ ചോദിക്കുന്നത്, should the practice of triple talaq be? ട്രിപ്പിൾ തൊലാഖിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഓരോന്നിങ്ങനെ പറഞ്ഞു, അബോളിഷ് ഇൻടു, റീറ്റെയിൻ ദ കസ്റ്റം, റീറ്റെയിൻ വിത്ത് സ്യൂട്ടബിൾ അമെൻമെന്റ്സ്. ട്രിപ്പിൾ തൊലാഖിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം അപകടകരമാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തൊരു 44-ാം ആർട്ടിക്കിൾ ഉള്ളത് അറിയുമോ? അറിയുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇല്ല, യെസ് നോ, രണ്ടാണ് മറുപടി. ഇനി നമ്മുടെ കാഴ്ചപ്പാട് ആ വിഷയത്തിൽ എന്താണെന്ന് അവതരിപ്പിക്കണം. എന്തെഴുതിയാലും അപകടം വരും. അതുകൊണ്ടാണ് മുസ്ലിം പേഴ്സണൽ ലോ പറഞ്ഞത്, ലോ ബോർഡ് പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ അതിന് ആൻസർ ചെയ്യണ്ട. ഇവര് തന്നെ പറയുന്നു, മാരേജ്, ഡൈവോഴ്സ്, അഡോപ്ഷൻ, ഡെത്ത്, അതുപോലെ തന്നെ ഗാർഡിയൻഷിപ്പ് ആൻഡ് ചൈൽഡ് കസ്റ്റഡി, മെയിൻ്റനൻസ്, സക്സഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ്. സക്സഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ് ദാനവും ദായക്രമവും അതുപോലെ തന്നെ അനന്തരാവകാശവും. ഇതിൽ നിങ്ങൾക്ക് അഭിപ്രായം, യെസ് ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡ് ഓൾ ദീസ്, എല്ലാം ഇതിൽ പെട്ടിട്ടുണ്ട് പേഴ്സണൽ ലോയിൽ. നോ, ഇറ്റ് ഷുഡ്
എക്സ്ക്ലൂഡ്, ഇറ്റ് ഷുഡ് ഫർദർ ഇൻക്ലൂഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ രീതിയിൽ ഒരു പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് നമ്മളെ കൊണ്ട് മാർക്ക് ചെയ്യിക്കുകയാണ്. ഇതിൽ ആർക്കും ആൻസർ ചെയ്യാം. ഇതിൽ താല്പര്യമില്ലാത്തവർക്കും മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ ആവശ്യമുള്ളവർക്കും ഒക്കെ ഇതിൽ ആൻസർ ചെയ്യാം. മതവിശ്വാസികളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആൻസർ ചെയ്യാം. ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചത് എന്തിനാ? ഇതിനവർ കാരണമായി പറയുന്ന ഒന്നാമത്തെ കാരണം, മുസ്ലിം സ്ത്രീകൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നു, അവർ ത്വലാഖ് എന്ന് പറയുന്ന ദുരിതത്തിന്റെ കയത്തിലാണ്. രണ്ടാമത്തൊന്ന്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ അവകാശങ്ങൾ ലഭ്യമാക്കാൻ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മുസ്ലിം പേഴ്സണൽ ലോ മതിയാകില്ല. അവിടെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് കൊണ്ടുവരുന്നത് എന്നാണ് ഇവർ വാദിക്കുന്ന പ്രധാനപ്പെട്ടത്. ആ വാദത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ ഇസ്ലാമിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഈ സകല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുമായ കാര്യത്തിലേക്ക് ഒരു നിമിഷം ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. തെറ്റിദ്ധാരണയുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ നമ്മൾ വിവാഹം കഴിക്കണമെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ എന്താ നമ്മളെ പഠിപ്പിച്ചത്? ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. നിങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളൊരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊള്ളുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ തഫ്സീർ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളൊക്കെ നിക്കാഹിന്റെ പള്ളിയിൽ സാധാരണ ഖുത്ബ ഓതുമ്പോൾ പറയാറുണ്ട്, വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വസിഉൻ അലീം. ഏത് നിക്കാഹിന്റെ സാഹചര്യം നിങ്ങളത് കേട്ടിരിക്കും. ഞാൻ ഈ പറയുന്ന വിഷയം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം. അധിക സമയം ഞാൻ എടുക്കില്ല, വല്ലാതെ മാക്സിമം ഒരു 11:30 വരെ ഉള്ളൂ. ഇന്നൊരു ദിവസം ഈ ശരീരത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചാലും അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്പമൊന്ന് ഉറക്ക് പോയാലും നിങ്ങൾ ഇത് കഴിയുന്നവരെ ഇരുന്ന് പെട്ടെന്ന് നമുക്ക് പിരിയാം. ഇത് മനസ്സിലാക്കേണ്ട വിഷയം. നമുക്ക് തന്നെ അറിയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്ന വാക്ക് നോക്ക് നിങ്ങൾ. ഈ ആയത്തിന് വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിലുണ്ട്, എല്ലാവർക്കും നിക്കാഹ് അഥവാ വിവാഹം ഒരുപോലെയല്ല. എല്ലാവർക്കും കല്യാണം കഴിക്കൽ ഒരുപോലെയല്ല. ചില ആളുകൾക്ക് വിവാഹം ഹലാലാണ്, കഴിക്കാം. ചില ആളുകൾക്ക് സുന്നത്താണ്, ചില ആളുകൾക്ക് നിർബന്ധമാണ്, ചില ആളുകൾക്ക് കറാഹത്താണ്, ചില ആളുകൾക്ക് ഹറാമാണ്. ഇസ്ലാമിൽ പഞ്ചവിധികൾ അതിൽ ബാധകമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന് ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്, പെണ്ണിനെ പോറ്റാൻ എല്ലാ സംവിധാനമുണ്ട്. പക്ഷെ അവന്റെ വൈകാരികത ഒരു പെണ്ണിലേക്ക് അവന് ആവശ്യമാകുന്നില്ല. അവന് പെണ്ണ് വേണ്ട, അവന് ഹലാല വേണമെങ്കിൽ കെട്ടിക്കോ. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അവന് പെണ്ണിനെ പോറ്റാനുള്ള സൗകര്യമുണ്ട്, അവന് വൈകാരികമായ ഒരു സ്ത്രീയുടെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ലെവലിലുള്ള പുരുഷനാണെങ്കിൽ അവന് പെണ്ണ് കെട്ടൽ സുന്നത്ത. വേറൊരു പുരുഷന് ആരോഗ്യമുണ്ട്, സംവിധാനമുണ്ട്, അവൻ വിവാഹിത വീഴ്ചക്ക് പോകേണ്ടി വരും, അവന് പെണ്ണ് കെട്ടൽ. വേറൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് തീരെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം അവനില്ല. അവനെ സംബന്ധിച്ചിടത്തോളം വിവാഹം ചെയ്യൽ അഭികാമ്യമല്ല, കറാഹത്ത് പോലെയാണ്. വേറെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ പെണ്ണിന്റെ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയില്ല. മറ്റവൻ ആരാധനകൾ മുടങ്ങുമെന്നുള്ള പേടിയാണെങ്കിൽ വേറൊരുത്തരോ അവന്റെ ഇസ്ലാമിക കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് കണ്ടാൽ അവന് തീരെ വിവാഹം കഴിക്കാൻ പാടില്ല. അത് വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ്. ചുരുക്കത്തിൽ എല്ലാവർക്കും വിവാഹം കഴിക്കൽ ഒരുപോലെയല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. പെണ്ണിനെ പോറ്റാൻ കഴിവുള്ളവൻ വിവാഹം കഴിക്കുക, അല്ലാത്തവൻ എന്ത് ചെയ്യുക? നോമ്പ് നോറ്റുക. ഫഇന്നഹു ലഹു വിജാൽ. അത് അവന് വികാര ശമനത്തിലുള്ള ഒരു മാർഗമാണെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിക്കാഹ് കഴിക്കണമെങ്കിൽ തന്നെ സ്വാഭാവികമായും ഒരാൾക്ക് ഒരു നിക്കാഹ് കഴിക്കാൻ തന്നെ ഈ കാര്യം ചിന്തിക്കണം. ഒറ്റ നിക്കാഹ്, പിന്നല്ലേ ബാക്കി. ഒരു നിക്കാഹ് ഒരുത്തിന് കഴിക്കണമെങ്കിൽ തന്നെ പെണ്ണിനെ പോറ്റാൻ സൗകര്യമുണ്ടോ നോക്കണം, ആരോഗ്യമുണ്ടോ നോക്കണം, പണമുണ്ടോ നോക്കണം, ഖഫാത്ത് എന്ന് പറയുന്നൊരു സംഗതി നോക്കണം. ആ പെണ്ണിന്റെ കുടുംബ സാഹചര്യം അനുസരിച്ച് അവളെ കൊണ്ടുവന്ന് എനിക്ക് പോറ്റാൻ പറ്റുമോ എന്ന് നോക്കണം. ഇത് നോക്കിയിട്ട് ഇസ്ലാമിൽ വിവാഹം പറ്റൂ. മാത്രമല്ല, ഈ വിവാഹബന്ധം എന്നെന്നും നിലനിൽക്കേണ്ടതായതുകൊണ്ട്, മരണം വരെ നിലനിൽക്കേണ്ടതായതുകൊണ്ട് ആ പെണ്ണിനെ അവന് നോക്കൽ അനുവദനീയമാക്കി ഇസ്ലാം. അന്യസ്ത്രീയിലേക്ക് നോക്കൽ ഇസ്ലാം ഹറാമാക്കിയെങ്കിൽ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണൽ സുന്നത്താക്കി. അവളുടെ രൂപഭാവങ്ങളെ കുറിച്ച് അന്വേഷിക്കാം, ശരിക്കും അന്വേഷിച്ച് കൃത്യമായി പഠിക്കണം.
നിക്കാഹിന് ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചാൽ കൃത്യവിവരം കൊടുക്കണമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു. എന്തിനാ? ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ടാ. കണ്ടുകൊണ്ട് തന്നെ കെട്ടണമെന്നാണ് പരിശുദ്ധ പ്രവാചകർ കൃത്യമായി പറഞ്ഞത്. അങ്ങനെ തീരുമാനമെടുത്ത് ഉറച്ച് കുടുംബ പശ്ചാത്തലം നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് ഒരു വേദിയിൽ വെച്ച് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന നിക്കാഹ്, സവ്വജ്തുക, നിനക്ക് ഞാൻ എന്റെ മകളെ കെട്ടിച്ചു തന്നിരിക്കുന്നു എന്ന് വലിയ പറയുന്നു. ശ്രദ്ധിക്കണം വിഷയം. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ മറ്റൊരു മതത്തിലും ഇത്ര കാഴ്ചപ്പാടില്ല. ഈ വരൻ പറയുന്നു ഖബിൽതു മിൻക നിക്കാഹഹ. ഈ രണ്ട് വാചകങ്ങൾ പറഞ്ഞാൽ ഈജാബ്, കബൂല്. ഇതാണ് നിശ്ചിത വചനം. മഹർ മാനദണ്ഡമാക്കി സാക്ഷികൾ മുഖേന നിശ്ചിത വചനം ഉച്ചരിച്ചുകൊണ്ട് വരൻ വലിയന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കരാർ, ഇതിനാണ് ശരിക്കും നിക്കാഹ് എന്ന് പറയുന്നത്. ഈ നിക്കാഹിന്റെ വചനം അവൻ ഉച്ചരിച്ചാൽ ഖുർആൻ പറഞ്ഞു വഖദ് അഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. വളരെ ഗൗരവമുള്ള ഒരു പ്രതിജ്ഞയാണ് ആ പെണ്ണിന് കൊടുത്തിട്ടുള്ളത്. ഈ പുരുഷൻ പറഞ്ഞ ഖബിൽതു മിൻക, നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ ആ പെണ്ണിന് കൊടുത്ത വാക്ക് മീസാഖല്ല, മീസാഖൻ ഗലീളാ. അറബി ഭാഷ കുറച്ചൊക്കെ അറിയുമല്ലോ നിങ്ങൾക്ക്. അറബ് നാട്ടിലല്ലേ ജീവിക്കുന്നത്. മീസാഖിന്റെ അർത്ഥം കരാറാണ്. കരാർ പാലിക്കപ്പെടേണ്ട. ഇത് കരാറല്ല. മീസാഖൻ ഗലീളൻ, ഗൗരവതരമായ കരാർ, അല്ലെങ്കിൽ ബലിഷ്ഠമായ കരാർ. ഈ ബലിഷ്ഠമായ കരാറാണ് ആ പെണ്ണിന്. നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന കരാർ, അത് ബലിഷ്ഠമാണ്, വെറും കരാറല്ല. ഇതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മുടെ മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഹഖു ശുറൂതി യുഫിയ ബിഹി മസ്തഖലൽതും ബിഹിൽ ഫുറൂജ്. ലൈംഗിക ബന്ധം അനുവദിക്കുന്ന കരാറാണ് ലോകത്ത് വെച്ചൊരു മനുഷ്യൻ പാലിക്കേണ്ട ഏറ്റവും വലിയ കരാർ. മനുഷ്യൻ തന്നെ കരാറ് പാലിക്കേണ്ടവനാ, കരാറ് പാലിക്കാത്തവൻ മനുഷ്യനല്ല. ലൈംഗിക ബന്ധം അനുവദിക്കുന്ന കരാറാണ് ലോകത്തൊരു മനുഷ്യൻ പാലിക്കേണ്ട ഏറ്റവും വലിയ കരാർ. അവിടെ നിക്കാഹിലൂടെ ഒരു പെണ്ണ് തന്റെ കൂടെ വന്നാൽ അവൻ ആ കരാറ് പാലിച്ചേ പറ്റൂ. അങ്ങനെ ഇവർ തമ്മിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരു പെണ്ണും ഒരു പുരുഷനും മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ മേൽ ആധിപത്യമുള്ളവർ തന്നെയാണ്. കുടുംബത്തിലും സമൂഹത്തിലും ആധിപത്യം ആണുങ്ങൾക്കാണ്. ആരെന്ത് സമത്വം പറഞ്ഞാലും ശരി. ഒരു നാണയത്തിന്റെ രണ്ട് വശമാണെന്ന് പറഞ്ഞാലും, ഒരു വണ്ടിയുടെ രണ്ട് ടയർ പോലെയാണെന്ന് പറഞ്ഞാലും, രാവും പകലും പോലെയാണെന്ന് പറഞ്ഞാലും, ഈണ തുണയാണെന്ന് പറഞ്ഞാലും ഒക്കെ സമ്മതിച്ചു. പക്ഷേ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പടച്ച റബ്ബാ പറഞ്ഞത് ആണ് പെണ്ണിന്റെ അല്പം മേലെ തന്നെയാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. അതിന് എത്രയോ തെളിവ് നമ്മുടെ നാട്ടിലുണ്ട്. ഉദാഹരണമായി അന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ എന്റെ ഹൈന്ദവ സഹോദരങ്ങൾ ശബരിമലക്ക് പോകുന്നു. ഒരു പെണ്ണിനെ, ഋതുമതിയായ പെണ്ണിനെ ശബരിമലയിലേക്ക് കയറ്റൂല. എന്താ കേട്ടത്? പെണ്ണിന് ദൈവത്തെ കാണണ്ടേ? പെണ്ണിന് അയ്യപ്പനെ തോടണ്ടേ? നമുക്കതിൽ അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അവരുടെ മതാചാരമാണ്. അത് വേണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് അവരാ. പക്ഷെ ഋതുമതിയായ ആർത്തവം നിലക്കാത്ത ഒരു പെണ്ണിനെയും ശബരിമലയിലേക്ക് കയറ്റൂല. എന്താ കേറ്റാത്തത്? പുരുഷനും പെണ്ണും തുല്യമാണെങ്കിൽ എന്തേ കയറ്റിക്കൂടെ? എന്റെ ക്രൈസ്തവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഇടവകയുടെ നായകൻ ഫാദറാണ്. അവിടെ മദർ സുപ്പീരിയർ ഉണ്ടെങ്കിലും ഇടവകയുടെ നായകനായി മദർ വരാറില്ല. ഒരിക്കലും ഇടവകയുടെ പൂർണ്ണ ചാർജ് അച്ഛനെയാണ് ഏൽപ്പിക്കുക, അമ്മയെ ഏൽപ്പിക്കാറില്ല. ലോകത്ത് അവരുടെ അപ്പോസ്തലൻ എല്ലാ കാലത്തും മാർപ്പാപ്പയാണ്. ഒരു മാർമാമയെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു മാമ വരൂല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ആണിനും പെണ്ണിനും മാർപ്പാപ്പ തന്നെയാണ്, മാമല്ല. പെണ്ണുങ്ങൾക്ക് മാർപ്പാപ്പ അനുസരിച്ച് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന. പെണ്ണുങ്ങൾക്ക് ട്രെയിനിൽ ഒരു പ്രത്യേക ബോഗി വെക്കുമ്പോൾ എന്താ? ആണുങ്ങൾക്കില്ലല്ലോ. അവര് ദുർബലരാണെന്നതിന്റെ തെളിവാണ്. ടിക്കറ്റ് എടുക്കാൻ ചെന്നാൽ ക്യൂ പെണ്ണിന് വേറെ ഉണ്ടാവും. എന്താ? പെണ്ണ് ദുർബലയാണെന്നതിന്റെ തെളിവാണത്. ആണിനെ പോലെയാണ് പെണ്ണ് എന്ന വാദം ശരിയല്ല. ലോകം അത് അംഗീകരിക്കൂല. ഇനി ആണും പെണ്ണും നമ്മളെ വ്യത്യാസങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഹോർമോണിൽ വ്യത്യാസമുണ്ട്, രക്തത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട്, ബ്രെയിന്റെ തൂക്കത്തിൽ വ്യത്യാസമുണ്ട്. ഞാനത് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. കൃത്യമാണ്. പഠിച്ചു പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് അറിയുന്ന ഒരാളോട് ചോദിക്കൂ, ആണും പെണ്ണും തമ്മിൽ പ്രകട വ്യത്യാസമുണ്ട്. മനോബലത്തിൽ വ്യത്യാസമുണ്ട്. അപൂർവം ചില സ്ത്രീകളൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. വന്നാതിരുക്കൽ മഴദൂമി എന്നാ പറയാം, പണ്ഡിതന്മാർക്കറിയാം. അത് എടുക്കാൻ പറ്റൂല. പെണ്ണുങ്ങളെ പോലത്തെ ആണുങ്ങൾ ഉണ്ടാവുമല്ലോ. അവ സ്വാഭാവികമായും അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. ചില സവിശേഷതകൾ അവർക്ക് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അത് സ്ത്രീകൾക്ക് പ്രത്യേകം അനുഭവിച്ച സവിശേഷതകളുണ്ട്, ആണിന് വേറെയുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതിൽപ്പെട്ടതാണ് ബിമാ അൻഫഖൂ മിൻ അംവാലിഹിം.
പുരുഷന്മാർ പണം ചെലവഴിക്കുന്നു, അധ്വാനിക്കുന്നു. ഇസ്ലാമിൽ പെണ്ണ് അധ്വാനിച്ചോളണമെന്നില്ല. കുട്ടികളെ പോറ്റാനും വീട് നോക്കാനും പെണ്ണ് അധ്വാനിക്കേണ്ട കാര്യം ഇസ്ലാമിലില്ല. മറ്റു മതത്തിൽ സമത്വം പറയുന്നവരിൽ ആണിനെ ബാധിക്കണം. എല്ലാ രഹസ്യങ്ങളും കൃത്യമായി സൂക്ഷിക്കുന്ന പതിവ്രതയായ പെണ്ണ്, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പെണ്ണാണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെ ഒരാൾ നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ അവന്റെ ഭാര്യയാക്കി. അവർ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു പിണക്കം വന്നു. മനുഷ്യനാണ്, പിണക്കം വരും, സ്വാഭാവികമാണ്. എന്താണ് ചെയ്യേണ്ടത്? തൊലാഖ് ചൊല്ലാൻ പറ്റുമോ? എടുത്തു ചാടി തൊലാഖ് ചെല്ലാൻ പറ്റുമോ? ഒരു ഫോണിൽ തൊലാഖ് ചെല്ലാൻ പറ്റുമോ? ഒരു എഴുത്തയച്ചിട്ട് ഞാൻ തൊലാഖ് ചെല്ലിയിരിക്കുന്നു എന്ന് എടുത്തു ചാടി പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ എന്നാൽ തൊലാഖ് ചെല്ലിയാൽ പോകും. ഒരു കിണറ്റിലേക്ക് ചാടാൻ പറ്റില്ല, ശരിയാണ്. ചാടിയാൽ അപകടം വരും. ഒരാളെ ഉന്തി തള്ളിയിട്ടാലും ശരി, മറന്നു ചാടിയാലും ശരി, കാല് കയ്യോ മുറി ഉറപ്പാ. നമ്മളൊരിക്കലും ബോധപൂർവം ഒരു തൊലാഖ് ചൊല്ലാൻ പാടില്ല. തൊലാഖ് ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞത്, തൊലാഖ് ഒരാൾ ചെല്ലിയാൽ റഹ്മാൻ, അള്ളാഹുവിന്റെ ഹർഷ് കിടുകിടുക്കും, കുലുങ്ങും. അബൂലുൽ ഹലാലാണ്. പടച്ചറബ് ഹലാലാക്കിയ വിഷയത്തിൽ ഏറ്റവും വെറുപ്പുള്ളതാണ് തൊലാഖ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിനെ പിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ അർശ് കുലുങ്ങും, പടച്ചോൻ ഏറ്റവും ദേഷ്യ. എന്നാലും ശരി, ഒരുമിച്ച് ജീവിക്കുമ്പോ പിണക്കുണ്ടാവൂലേ? പിരിഞ്ഞു പോകേണ്ട ഘട്ടം വരൂലേ? നിനക്ക് നിന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല തോന്നിയാൽ തൊലാഖ് ചെല്ലിക്കോ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാം പറയാത്തത് ചില ആളുകൾ ചെയ്യുന്നുണ്ട്. ഫോണിൽ തൊലാഖിൽ നിന്നിട്ട് ഒരു കത്തയച്ച് തൊലാഖിൽ നിന്നുണ്ട്. നടപടിക്രമങ്ങൾ പാലിക്കാതെ തൊലാഖ് ചെല്ലുന്നത് ശരിയാണ്. പക്ഷെ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. കള്ളു കുടിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, വട്ടിപ്പലിശ വാങ്ങുന്നവരും കൊടുക്കുന്നവരും മുസ്ലിങ്ങളിലില്ലേ? സിനിമാശാല നടത്തുന്ന മുസ്ലിമില്ലേ? വഞ്ചിക്കുന്ന മുസ്ലിമില്ലേ? ഇസ്ലാം ഹറാമാക്കിയ സബഉൽ മുബിഖാത്ത് തന്നെ ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ. അവരെ നോക്കിക്കൊണ്ട് ഒരിക്കലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കരുത്, ദയവ് ചെയ്ത്. നമ്മൾ ഈ പറയുന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഒരു പെണ്ണും ഒരു പുരുഷനും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, 5 നടപടിക്രമങ്ങളാണ് ഇസ്ലാം പറഞ്ഞത്. 5 നടപടിക്രമം. അതിൽ 5ാമത്തേത് തൊലാഖ് 4 സമയത്ത് പറ്റൂല. 4 സംഗതി പൂർത്തിയാകാതെ തൊലാഖ് ചൊല്ലാൻ പാടില്ല എന്ന് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അത് വിശദീകരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം അവിടെ നിൽക്കണ്ടേ? അമുസ്ലിങ്ങൾ മനസ്സിലാക്കണം. ഒരു പെണ്ണിനെ തൊലാഖ് ചൊല്ലണമെങ്കിൽ വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, ആണും പെണ്ണും തമ്മിൽ പഴങ്ങിയാൽ എന്ത് ഫഅഇലൂഹുന്ന, ഫസ്റ്റ് സ്റ്റെപ്പ് ഫഅഇലൂഹുന്ന, പെണ്ണിനെ ഉപദേശിക്കണം. പെണ്ണെ ഇങ്ങനെ പോയാൽ നമുക്ക് പ്രശ്നമാണ്. 2 കൂട്ടരും കൂടിയിട്ടൊന്ന് ഇരുന്നിട്ടൊന്ന് കൗൺസിലിംഗ് നടത്തണം. പരസ്പര സംസാരം, ഉള്ളു തുറന്ന സംസാരം. അപ്പൊ പ്രശ്നം തീരും. ഒരു പരിധി വരെ അതുകൊണ്ട് തീരും. മിണ്ടാതെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നടക്കലാവൂല. നിങ്ങളെ ഭാര്യ നിങ്ങൾ ചില മുഖം പൊറിപ്പിച്ചിട്ട് നിൽക്കുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതെ മൈൻഡ് ചെയ്യാൻ ഞാൻ പോകും. എന്തെനിക്ക് പറ്റിയെന്ന് സൗന്ദര്യത്തോടൊന്ന് ചോദിച്ചാലോ? മറുത്. അത്രയുള്ളൂ പെണ്ണിന്റെ മനസ്സ്. 2ാമത്തെ, അതുകൊണ്ട് അവൾ നന്നാവുന്നതിൽ വഹ്ജുറൂഹുന്ന ഫിൽ മലാജ്. വഹ്ജുറൂഹുന്ന ഫിൽ മലാജ്, മിനൽ മലാജ് അല്ല. വഹ്ജുറൂഹുന്ന, അവരെ നിങ്ങൾ അകറ്റി നിർത്തണം. ഫിൽ മലാജ്, ഈ കിടപ്പറയിൽ. ഡോറ് കുറ്റിട്ട് പുറത്തേക്ക് നിർത്താൻ പറഞ്ഞിട്ടില്ല. കിടപ്പറയിൽ. നിങ്ങളെ ബെഡിന്റെ അങ്ങേ തലക്കൽ അവളും കിടന്നോട്ടെ, ഇങ്ങേ തലക്കൽ നിങ്ങളും കിടന്നോളൂ. നിങ്ങളെ പിടിച്ചും നിന്നാ മതി. നിങ്ങൾ ഉറക്കം വരാൻ ലേശം പ്രയാസം ഉണ്ടാവും. കുറച്ചെണ്ണം മുന്നോട്ട് പോകുമ്പോ ചിലപ്പോ ഒന്ന് തോണ്ടും, അങ്ങോട്ടോ സംഗതി മുന്നോട്ട് പോകും. ഉറപ്പല്ലേ? ഒന്ന് കിടന്നു നോക്കി. നിങ്ങൾ പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഈ 2ാമത്തെ സ്റ്റെപ്പിൽ തന്നെ പ്രശ്നം തീരും. അതാണ് വഹ്ജുറൂഹുന്ന ഫിൽ മലാജി, കിടപ്പറയിൽ അകറ്റി നിർത്തണമെന്ന് പറഞ്ഞ അർത്ഥം. ഡോർ അടച്ച് കുട്ടിയിടാൻ പറഞ്ഞിട്ടില്ല. ബെഡിന്റെ അങ്ങേ തലക്കൽ അവള് കിടന്നോട്ടെ, ഇങ്ങേ തലക്കൽ നിങ്ങൾ കിടന്നോ, സമയം എത്ര നീളുന്നു നോക്കാൻ നമുക്ക്. പ്രശ്നം തീരും. അതുകൊണ്ടും തീരില്ല. ലേശം വാശിക്കാരെന്ന് വിചാരിക്കുക, അല്ലെ ഭർത്താവ് വാശിക്കാനെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യണം? വദരിബൂഹുന്ന, ചെറുതായിട്ടൊന്ന് ശിക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ വഴിലൂഹുന്ന എന്ന് പറഞ്ഞ മാതിരി. വഴിലൂഹുന്ന വഴന്ന് എന്ന് പറഞ്ഞാൽ എന്താ? വഴിലൂഹുന്ന, വഴന്ന് വരണമെന്ന. പെണ്ണ് പണിങ്ങിയാൽ വയന്ന് പറയണമെന്നല്ല. ഉസ്താദിനെ ചോദിച്ച് മൈക്കുണ്ടോ ഈ വീട്ടിൽ വയന്നിർത്തണം എന്നല്ല. എന്ന പോലെ തന്നെ വദരിബൂഹുന്ന എന്ന് പറഞ്ഞാൽ ലാത്തിച്ചാർജ് നടത്തണം എന്നല്ല അതിന്റെ അർത്ഥം. ടവ്വല കൊണ്ട്, തൂവാല കൊണ്ട് അടിക്കുന്ന രംഗം വരെ വിശദീകരിച്ചിട്ടുണ്ട് തഫ്സീറിൽ. ഓളോട് എനിക്ക് ദേഷ്യം ഉണ്ടെന്ന് വരുത്തി തീർത്താൽ മതി, അല്ലാതെ ലാത്തിച്ചാർജ് നടത്തേണ്ട. വദരിബൂഹുന്റെ അർത്ഥമുള്ള നറബക്ക് പല അർത്ഥമുണ്ട്. നിങ്ങൾ നറബന്റെ ശരിയായ അർത്ഥം വെച്ചാൽ വെട്ടിപ്പോ. അപ്പൊ അവളെ ആ രീതിയിലൊന്ന് ശിക്ഷിക്കുന്നു. എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് അവൾ വഴങ്ങുന്നില്ല. എന്നാൽ ഖുർആൻ പറയാം. ഖുർആനായി പറയുന്നത് നമ്മുടെ പീനൽ കോഡ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവൾ അനുസരിക്കുന്ന പക്ഷം വേറൊരു മാർഗം നിങ്ങൾ തേടണ്ട. ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറ.
അള്ളാഹു ഉന്നതനും മഹാനുമാണ്. പടച്ചിറപ്പ് ഒരു വഴി ഉണ്ടാക്കും, പേടിക്കണ്ടകള്. എന്നിട്ട് വൈൻഹിബ്തും ശിഖാക ബൈനിഹിമ, ഈ മൂന്ന് സംഗതികളൊന്നും മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മൂന്നും ചെയ്തു. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്ത് ചെയ്തു? ഉപദേശിച്ചു, കടപ്പറയിൽ അകറ്റി നിർത്തി, ചെറുതായി ഒന്ന് ശിക്ഷിച്ചു. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങളെ കയ്യിൽ നിന്ന് കാര്യം പോയി. 4ാം സ്റ്റെപ്പ് നമ്മളെ കയ്യിൽ നിന്ന് പോയി. അതെന്താ? ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. എന്താ ഖുർആന്റെ ഭാഷ നോക്കുങ്ങൾ. ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി, അവന്റെ കുടുംബത്തിൽ നിന്നും നീതിമാനായ ഒരാൾ വരട്ടെ. അവന്റെ കുടുംബത്തിൽ ഒരു കാരണവര് മുന്നോട്ട്, ഇവന് വേണ്ട, ഇവന്റെ കുടുംബത്തിൽ ഒരു കാരണവര് വരട്ടെ. വഹകമൻ മിൻ അഹ്ലിഹാ, അവളെ കുടുംബത്തിൽ ഒരു കാരണവര് വരട്ടെ. അങ്ങനെ 2 കാരണന്മാർ ഇരുന്നിട്ട് ഇവരെ രണ്ടാളിരുത്തിയിട്ട് ഒരു കൗൺസിലിംഗ് നടത്തട്ടെ. ബാപ്പമാരോ ഉത്തമന്മാരോ ബന്ധപ്പെട്ടവരോ വന്നിട്ട് ഇരുന്നിട്ട് 2 കൂട്ടി ഇരുന്ന് മക്കളെ ഇങ്ങനെ ആയാ പറ്റില്ല എന്ന് പറഞ്ഞ് സംസാരിക്കട്ടെ. ഖുർആൻ പറഞ്ഞതാ. അല്ലാഹ് ആവണെങ്കിൽ ഈ 4ാമത്തെ സ്റ്റെപ്പിൽ അവൻ ഉറപ്പ പടച്ചോനെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഉണ്ടെങ്കിൽ അവർ യോജിക്കും. ഇനി അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്നല്ലാഹ കാന അലീമൻ, ആ വാക്ക് ശ്രദ്ധിക്കണം. എനിക്ക് ഒരുപാട് ഇന്നല്ലാഹ അലീമൻ ഖബീറ, കാര്യങ്ങൾ അറിയുന്ന ആളാണ് അള്ളാഹു. ഇവരെ ഉള്ളിന്റെ ഉള്ളിലുള്ള സംഗതി അള്ളാഹ്ക്ക് അറിയും. യോജിപ്പിക്കലാ ഖൈർ അല്ല പിരിക്കലാ ഖൈർ എന്ന് പടച്ചോനെ തീരുമാനിക്കണം, നമ്മളല്ല. ആ വാക്കിന്റെ ഗൗരവം മനസ്സിലാ. തഫ്സീറൊക്കെ ഞാൻ ഫുള്ള് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. ഇന്നല്ലാഹ അലീമൻ ഖബീറൻ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത് ബോധപൂർവമാണ്. അള്ളയാണ് ഉപയോഗിച്ചത്. റസൂലുള്ളാഹിയാണ് തഫ്സീർ ചെയ്തത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. അവര് യോജിക്കലാണ് നല്ലതെങ്കിൽ പടച്ച റബ്ബ് യോജിപ്പിക്കും. ഇല്ലെങ്കിലോ ഏച്ചു കൂട്ടിയാൽ മുഴക്കും. ചില സമുദായത്തിൽ വിവാഹമോചനം പറ്റും 2 കൊല്ലമൊക്കെ കാത്തിരിക്കണം. അപ്പോഴാ ചിലപ്പോൾ സ്റ്റൗ പൊട്ടല്. സംഗതി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അടുക്കളയിൽ സ്റ്റൗ പൊട്ടി വാരി വരിക്കും, വെറുതെ പൊട്ടിയതാവില്ല. ആ ഏർപ്പാട് ഇസ്ലാമിലില്ല. യോജിച്ച് പോകാത്തത് 2 കൊല്ലം പോയിട്ട് 2 ദിവസം പോകൂല കൂട്ടരെ. അപ്പൊ മാന്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു തൊലാക്ക് ചെല്ലാൻ പറ്റും. 5ാം സ്റ്റെപ്പ് ഒരു തൊലാക്ക, മുത്തൊലാക്കല്ല, ഒരു തൊലാക്ക്. ഒരു തൊലാക്ക് ചെല്ലിയാലോ നിബന്ധന എന്താ? ഒരു തൊലാക്ക് ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിബന്ധന ഉണ്ട്. ആ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അവൾ ഋതുമതിയാണെങ്കിൽ 3 ശുദ്ധികാലം വരെ കാത്തിരിക്കണം. 3 മാസം കാത്തിരിക്കണം. ഈ കാലത്ത് അവൾ ആർത്തവകാരിയാകുമ്പോ തൊലാക്ക് ചൊല്ലാൻ പാടില്ല. തൊലാക്കില്ലാൻ പാടില്ല. എന്നാൽ ഒരാൾ ആർത്തവ സമയത്ത് തൊലാക്കില്ല, തൊലാക്ക് പോലെ പോവും. 3 തൊലാക്ക് ഒന്നിച്ച് ചൊല്ലാൻ പാടില്ല. 3 തൊലാക്ക് ഒന്നിച്ച് ചെല്ലരുത്. ഇന്ന് പത്രത്തിൽ ഒരു അഭിമുഖം കൊടുത്ത കൂട്ടത്തിൽ പ്രിയപ്പെട്ട ബിജു ശങ്കറിന്റെ കയ്യിൽ ചെറിയൊരു പാളിച്ച പറ്റി. ഞാനത് തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ട് എന്റെ അഭിമുഖത്തിൽ ഒരു ചെറിയ പാളിച്ച ഇന്നലെ സംഭവിച്ചു. അതൊരു അമുസ്ലിം സുഹൃത്താണ്, അദ്ദേഹം നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു വരി പഴിച്ചുപോയി ഞാൻ പറയാത്തത്. ഞാൻ ആ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഉമറുൽ ഫാറൂഖ് ഉദവി, അതുപോലെ തന്നെ ഫുൾ റെക്കോർഡ് ചെയ്ത ബഹുമാനപ്പെട്ട ഷറഫു മുതലായ ആൾക്കാർ ഈ വേദിയിലുണ്ട്. ഷറഫ് അത് ഫുൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം അതിൽ എഴുതിയൊരു വാചകമുണ്ട്: 3 തൊലാക്ക് ഒന്നിച്ച് ചെല്ലുന്ന രീതി ഇസ്ലാമിൽ വിവാഹമോചനത്തിന് പറ്റില്ല, സാധ്യമല്ല. അങ്ങനെയല്ല. 3 തൊലാക്ക് ഒന്നിച്ച് ചൊല്ലിയാൽ 3 തൊലാക്കും പോകുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 3 തൊലാക്ക് ഒന്നിച്ച് ചൊല്ലാൻ പാടില്ല. ഏതെങ്കിലും ഒരു അവിവേകി 3 തൊലാക്ക് ചൊല്ലിയാൽ 3ഉം പോയി. പെണ്ണ് ഋതുമതിയായി നിൽക്കുന്ന ആർത്തവകാരിയായ സമയത്ത് തൊലാക്കെല്ലാം പാടില്ല, ചെല്ലാൻ പാടില്ല, പോയി. കള്ള് കുടിക്കാൻ പാടില്ല, തെറ്റിക്കെടുക്കും, ഓർപ്പന്നല്ലേ. പാടില്ല എന്നുള്ളതും ചെയ്യുന്ന വ്യത്യാസമുണ്ട്. 3 തൊലാക്ക് ഒന്നിച്ച് ചൊല്ലിയാൽ ഒന്നേ പോകൂ എന്നൊരു വാദം ചിലർക്കുണ്ട്. അത് ശരിയല്ല എന്നാണ് മഹാപണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് ഒരു 300 രൂപ തരാനുണ്ടെങ്കിൽ 3 ദിവസമായിട്ട് 100 രൂപ തന്നാലും, ഒരു ദിവസം 3 നോട്ട് ഒന്നായിട്ട് തന്നാലും സംഗതി കൂടും. 300 രൂപ കൊടുക്കാനായിരിക്കും 3 100 നോട്ട് പിടിച്ചിരുന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഇല്ല, എനിക്ക് 100 തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ സംഗതി നടക്കൂല. 300 കൊടുത്തു. നേരെ മറിച്ച് 3 തൊലാക്ക് ഒന്നിച്ച് ചൊല്ലാൻ പാടില്ല. ഒന്ന് തന്നെ ചെല്ലാൻ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് 4ാം സ്റ്റെപ്പാ. എന്നിട്ട് കാത്തിരിക്കുക. യുദ്ധകാലം വരെ ഇവൾക്ക് സംരക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇവന്റെ കടമയാണ്. ഈ പുരുഷനാണ് ഈ പെണ്ണിന് കൊടുക്കേണ്ടത് വസ്ത്രവും. അപ്പൊ ഈ യുദ്ധ കാലഘട്ടത്തിൽ തൊലാക്കൊക്കെ ചെല്ലി കണ്ടെന്ന് നിങ്ങൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. 3 കാര്യം അവൻ ചെയ്തു. 4ാമത്തെ കാര്യം ബാപ്പയും ഉമ്മയോ 5 സ്റ്റെപ്പ് കഴിഞ്ഞു. കാക്കണം എന്താ? ഈ യുദ്ധ കാലഘട്ടമാകുന്ന 3 മാസം ഇവന്റെ ചെലവിനാണ് അവൾ കഴിയേണ്ടത്. ഇവനാണ് വസ്ത്രം കൊടുക്കേണ്ടത്, ഇവനാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിപ്പെടും. ഈ കാലത്ത് ഇവന്റെ അവളെ മനസ്സ് മാറി തിരിച്ചെടുക്കാൻ അവസരമുണ്ട്. വേറെ നിക്കാഹ് വേണ്ട, തിരിച്ചെടുക്കാം. അപ്പൊ 6ാമത്തെ സ്റ്റെപ്പും കൂടി ഇസ്ലാം വെച്ചു കൊടുക്കുകയാണ്. എങ്ങനെങ്കിലും യോജിപ്പിക്കണം എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതിനും കഴിയാത്തൊരു ഘട്ടം വരുമ്പോ 3 മാസം കഴിഞ്ഞാൽ അവൾക്ക് വേറെ ഭർത്താവിന്റെ കൂടെ പോകാം, അല്ലെങ്കിൽ ഇവൻ എന്നെ നിക്കാഹ് കഴിക്കാം. പിന്നെ 3 തൊലാക്ക് ഒന്നുപോലെ. തൊലാക്ക് എന്ന് പറഞ്ഞാൽ 3 ചെല്ലേണ്ട ആവശ്യമില്ല. 1 ചെല്ലിയാൽ തന്നെ ബന്ധം വേർപ്പെടും. പിന്നെന്തിനാ 3 എണ്ണം? 3 എണ്ണം എന്നത് കൂടുതലല്ല, കുറവെന്താ കാരണം?
അനിയന്ത്രിതമായി തൊലാഖ് ചൊല്ലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്ന അറബികൾക്കിടയിൽ. അറബികൾ ഒരു പെണ്ണിനെ ബുദ്ധി കാണിച്ചാൽ അവർ ആ പെണ്ണിനെ നിക്കാഹ് ചെയ്ത് പാഠം പഠിപ്പിക്കും. എങ്ങനെ പഠിപ്പിക്കുക? ഒരു പെണ്ണുമായി ഒരു അറബി പിണങ്ങിയാൽ, ഭാര്യയുമായി പിണങ്ങിയാൽ അവളെ പാഠം പഠിപ്പിക്കും, പെണ്ണിനെ കൊല്ലാക്കൊല ചെയ്യും. എങ്ങനെ ചെയ്യുക? അവർ ചെയ്തിരുന്ന രീതി എന്താ ചരിത്രത്തിലുണ്ടല്ലോ. ആ പെണ്ണിനെ ഇയാൾ ഒരു തൊലാക്കില്ലും, ഒറ്റ തൊലാക്ക്. ആ കഴിയുന്ന 3 മാസമാകുമ്പോൾ വേഗം മടക്കിയെടുക്കും. അതിനാരും വേണ്ടല്ലോ, മടക്കിയെടുത്തു. ഒരു തൊലാക്ക്, പിന്നെ 3 മാസമുള്ള കുടുങ്ങി. 3 മാസം അവസാനിക്കാൻ പോകുമ്പോൾ പിന്നെയും മടക്കിയെടുക്കും. മടക്കിയെടുത്ത് വീണ്ടും തൊലാക്കില്ലും. ഇങ്ങനെ പലതവണ തൊലാക്ക് ചൊല്ലി അവളെ വേറൊരു ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കാതെ തൊലാക്ക് ഇങ്ങനെ ചൊല്ലി 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 തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന് പറഞ്ഞ പോലെ ഇവളെ കെട്ടിയിടും. എത്ര വട്ടം തൊലാക്കില്ല പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാൻ. കാരണം തൊലാക്ക് ഇല്ല, യുദ്ധകാലം കഴിയുമ്പോൾ മടക്കിയെടുക്കുക. ഇസ്ലാം പറഞ്ഞു ആ അവകാശം ഇനിയില്ല. 3 വട്ടമേ പറ്റൂ. 2 അത്തൊലാഖു മറത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. അത്തൊലാഖു മറത്താനി, തൊലാക്ക് 2 തവണയെ പറ്റൂ. 2 തൊലാക്കേ നിനക്കുള്ളൂ. ഇനി 2 തൊലാക്ക് നിനക്ക് ചൊല്ലിയാൽ ശരിക്കും നിനക്ക് പിടിച്ചിക്കാം. 3ാമത്തത് ചൊല്ലിയാൽ തസ്രീഹും ബിഇഹ്സാൻ, പിന്നെ പിരിഞ്ഞു. ഇംസാകും ബിമഅറൂഫ്, ഒന്നുകിൽ നല്ല നിലക്ക് 2 കൂട്ടരും ഒരുമിച്ച് പോവുക, ഔ തസ്രീഹും ബിഇഹ്സാൻ, അല്ലെങ്കിൽ നല്ല നിലക്ക് പിരിയ, മാന്യം. 3ാമത്തെ തൊലാക്ക് ഇവൻ അതുപോലെ ചൊല്ലിയാൽ പിന്നെ യുദ്ധകാലം കഴിയുന്നതിന് മുമ്പ് മടക്കിയെടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അവന് വിവാഹം കഴിക്കാനേ പറ്റില്ല. ഇനി അവളെ വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പെണ്ണ് വേറൊരു ഭർത്താവിന്റെ അടുത്ത് പോയി ലൈൻ ചോദിച്ച ശേഷം പിന്നെ വേണമെങ്കിൽ അയാളെ അതെന്തിനാ? ഈ പെണ്ണിന്റെ രക്ഷക്ക, ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് പഴുതു കൊടുത്തതാ. തൊലാക്ക് എന്നുള്ള വചനത്തിനർത്ഥം മോചനം എന്നാ. പെണ്ണിന് മോചനമാണ് തൊലാക്ക്, ഇടങ്ങേറല്ല. സ്ത്രീകൾക്ക് മോചനം നൽകിയതാണ് പരിശുദ്ധ ദീൻ. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ തൊലാക്ക് ചെല്ലാൻ പാടില്ലാത്ത രംഗമുണ്ട്, തൊലാക്ക് ചെല്ലാൻ അഭികാമ്യമായ രംഗമുണ്ട്. അതൊക്കെ പഠിക്കുമ്പോഴേ തൊലാക്കിനെ കുറിച്ച് ബോധ്യമാകുമോ? മാത്രമല്ല ഈ 3 തൊലാക്ക് ഒരുമിച്ച് ചൊല്ലരുത്, ചൊല്ലിയാൽ 3 പോകും. അതിന്റെ തെളിവ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുമ്പിൽ ഇമാം നസായി ഉദ്ധരിച്ച ഒരു ഹദീസിലുണ്ട്. ഒരാൾ വന്നിക്ക് ചൊല്ലിയ വിഷയത്തെ കുറിച്ച് സ്വഹാബത്ത് വന്ന് പറഞ്ഞു, അയാളെ ഭാര്യയെ 3 തൊലാക്ക് ഒറ്റയ്ക്ക് ചൊല്ലിപ്പോയി നബിയെ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കോപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഖുർആൻ കൊണ്ട് കളിക്കുകയാണോ നിങ്ങൾ? അപ്പൊ 3 തൊലാക്ക് ചൊല്ലിയത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ തെളിവാണ്. ഒരു സ്വഹാബി ഇത്രത്തോളം ചോദിച്ചു, നബിയെ ഞാൻ അയാളെ പിടിച്ച് വെട്ടിക്കൊല്ലട്ടെ. അത്രത്തോളം നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പണിയാണതെന്ന് സ്വഹാബത്ത് അറിഞ്ഞു. അത്തരം അവേഗത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചൊല്ലിയാലും 3 പോകും, ചൊല്ലാൻ പാടില്ല. നമ്മൾ തമ്മിൽ ഈ തർക്കങ്ങളാണ് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത്. റുക്കാനത്ത് ഇബ്നു അബീ യസീദ് വന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകരോട് അൽബത്ത എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ ഭാര്യയോട്. എന്ന് പറഞ്ഞാൽ അത് 1 തൊലാക്കിന് ഉപയോഗിക്കാം, 3 തൊലാക്കിന് ഉപയോഗിക്കാം. നബി തങ്ങൾ അയാൾ വിളിച്ചിട്ട് വിചാരണ ചെയ്തു, നീ ഉദ്ദേശിച്ചത് 1 തൊലാക്കാണോ 3ആണോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ 1ആണ്. എന്തിനാ നബി തങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട കാര്യം? 3ആന്ന് വിചാരിച്ചിട്ട് 3 തൊലാക്കം പോയി എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞില്ല. അല്ലെങ്കിൽ 3 ചൊല്ലിയാൽ 1 പോകുമെങ്കിൽ ഈ ചോദ്യത്തിന് ആവശ്യമില്ലല്ലോ. പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു, നീ തൊലാഖ് ചൊല്ലിന്റെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശം കൃത്യമായി പറഞ്ഞു, ഞാൻ 1 നബി തങ്ങളെ ചൊല്ലിയിട്ടുള്ളൂ, എന്നാൽ നിനക്ക് 1 പോയിട്ടുള്ളൂ, നിനക്കവളെ മടക്കിയെടുക്കാം. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തൊലാഖ് എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീയെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ സംരക്ഷിച്ചതാണ്, സംരക്ഷണമാണ് അതിലുള്ളത്. ഇനി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൈൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം. ഖുർആൻ പറഞ്ഞ വാക്കാ. നിങ്ങൾ അഥവാ ത്വലാഖ് ചെല്ലുന്നുവെങ്കിൽ തീരുമാനിച്ചാൽ പടച്ചറബ് അത് കൃത്യമായി അറിയുന്നവനാണ്. അള്ളാഹു അതേക്കുറിച്ച് അറിയുന്നവനാണ്. അള്ളാഹു അറിയുന്നവനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ പടച്ചറബ് അറിയുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചന. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അറിയുന്നു എന്ന് പറയുമ്പോൾ ഒരു സൂക്ഷ്മത നമുക്ക് വേണ്ടേ? ഇവിടെ നമുക്ക് അടിവരയിട്ട് പറയാനുള്ള വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. 11:30 എന്തായാലും അവസാനിപ്പിക്കുമെന്ന് പ്രാർത്ഥിച്ച് പിരിയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തകർ ബക്കറ്റുമായിട്ട് വരും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ദീനീ കാര്യങ്ങൾ. നിങ്ങൾ മനസ്സിൽ നല്ല നിയ്യത്ത് കൊണ്ട് കൊടുക്കുക. അള്ളാഹു നിങ്ങൾ ഈ കൊടുക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് മരണം വരെ ഒരുത്തന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൈ നീട്ടേണ്ട ഗതി നമുക്ക് അള്ളാഹു വരുത്താതിരിക്കുമാറാവട്ടെ. ആ നിയ്യത്ത് ഇത് കൊടുത്തോളൂ, എന്തായാലും പടച്ചറബ് രക്ഷിക്കും. അള്ളാഹു ഖൈറാക്കുമാറാവട്ടെ. ഞാൻ ഈ വിഷയത്തിൽ ഒന്നി നിൽക്കുകയാണ്. 1. രണ്ടാമത് ഇവര് പറയുന്നത് ബഹുഭാര്യത്വം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ബഹുഭാര്യത്വം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇസ്ലാം കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലും ഒരാൾ 2 ഭാര്യമാർക്കുള്ള നീതി പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ, അതിന് കഴിയില്ലെങ്കിൽ ആ മനുഷ്യൻ തീർച്ചയായും ഒരു വിവാഹമേ കഴിക്കാൻ പാടുള്ളൂ. 2 വിവാഹം കഴിക്കാം. പിന്നെ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മാത്രമുള്ള കാര്യമല്ല. ഇന്ത്യയിൽ തന്നെ മനുസ്മൃതി പറഞ്ഞു, വന്ധ്യാഷ്ടമേതി വേദ്യാബ്ദേ ദശമേതു മൃതപ്രജ. വന്ധ്യാഷ്ടമേതി വേദ്യാബ്ദേ, നിന്റെ ഭാര്യ വന്ധ്യയാണെങ്കിൽ 8ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടിക്കോന്ന ഫത്വ. ഹൈന്ദവ സമൂഹത്തിന്റെ മാർഗരേഖയാണ്, ഫത്വന്നല്ലേ, അവരുടെ മതത്തിന്റെ ഫത്വല്ല മനുസ്മൃതി.
വന്ധ്യാഷ്ടമേതി വേദ്യാബ്ദേ, നിന്റെ ഭാര്യ വന്ധ്യാണ്, പ്രസവിക്കാത്ത പെണ്ണാളെ 8-ാം കൊല്ലം പെണ്ണ് കെട്ടി 8 കൊല്ലം കാത്തിരിക്കണം എന്ന് മാത്രം. ദശമേത് മൃതപ്രജ, മൃതപ്രജ ജനിക്കുന്ന കുട്ടികളൊക്കെ മരിക്കുന്ന പെണ്ണാണ്, കുട്ടി ജീവിക്കണില്ല. അങ്ങനത്തെ ചില പെണ്ണുകളുടെ പ്രസവത്തിൽ മരിച്ചു പോകും കുട്ടികൾ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയും നമ്മളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനത്തെ അവസ്ഥയാണ് നിന്റെ ഭാര്യക്കുള്ള. ദശമേതു, 10-ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടിക്കോ, 10 കൊല്ലം കാത്തിരിക്കണം. അങ്ങനെയാണ് ഫത്വ. ഏകാദശേ ശ്രീ ജനനി, നിന്റെ ഭാര്യക്ക് പെൺകുട്ടി മാത്രമേ ജനിക്കുള്ളൂ. ഏകാദശേ 11-ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടിക്കോ. സദ്യസ്വപ്രിയ വാദിനി, നിന്റെ പെണ്ണ് കലഹപ്രിയയും കച്ചറുണ്ടാക്കുന്ന പെണ്ണുവാണെങ്കിൽ അപ്പൊ തന്നെ വേറെ പെണ്ണ് കെട്ടിക്കോന്നാ ഫത്വ. ആരാ പറയുന്ന? മനുസ്മൃതി. ഞാൻ അത് തമാശയാക്കി പറയുന്നില്ല, അതൊരു മതത്തിന്റെ ആചാരമാണ്. അപ്പൊ അവര് പറഞ്ഞ ആ മാർഗരേഖ നിങ്ങൾ നോക്ക്, അവർക്കത് പറയാം. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ത്രീയുടെ അവകാശത്തെ ഹനിക്കുന്നത് കാണുന്ന ഒരു കന്യാസ്ത്രീയെ കൊണ്ടുപോയി മഠത്തിലാക്കിയാൽ അവൾക്ക് ഒരിക്കലും വിവാഹബന്ധം പാടില്ല. ആ പെണ്ണിന്റെ ജീവിതം അങ്ങനെ അങ്ങ് അവസാനിച്ചു പോവാണ്. ആ പെണ്ണ് ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട പെണ്ണാണ്, കന്യാമറിയത്തെ പോലെ എന്നാണ് അവർ പറയുന്നത്. അള്ളാഹുവേ, ഞാൻ എന്റെ വയറ്റിലുള്ളതിനെ നിനക്ക് നേർച്ചയാക്കിയിരുന്നു മറിയം ബീവി പറഞ്ഞ പോലെ, ഹന്നത്ത് ബീവി പറഞ്ഞ പോലെ. ഹന്നത്ത് ബീവി മറിയം ബീവിയെ ഗർഭം ഭരിച്ചു, പെണ്ണാണെന്നറിഞ്ഞു, പെണ്ണായിട്ടും പള്ളിയിലേക്ക് നേർച്ചയാക്കി. അതുപോലെ മെഹ്റാബിലേക്ക് നേർച്ചയാക്കിയതുപോലെ പെണ്ണിനെ അങ്ങനെ പള്ളിയിൽ നിർത്തണമെന്നാണ് അവർ കൽപ്പിക്കുന്നത്. അവൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല, അവളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സൗകര്യങ്ങളൊന്നും അവൾക്ക് നൽകുന്നില്ല. ആരും പരാതിപ്പെടുന്നില്ലല്ലോ, നമ്മൾ പരാതിയില്ല, കാരണം അത് അവരുടെ മതത്തിന്റെ തീരുമാനമാണ്. അവർ പർദ്ദയിട്ട് നടന്നാലും പരാതിയില്ല, മദർ സുപ്പീരിയർ, സിസ്റ്റർ, ഇവരൊക്കെ ശരീരം മുഴുവൻ മറച്ചു നടന്നാലും പ്രശ്നമില്ല. മുസ്ലിം സ്ത്രീ ഒരു പർദ്ദ അണിഞ്ഞാൽ, ശിരോവസ്ത്രം അണിഞ്ഞാൽ ലോകത്ത് പ്രശ്നമാണ്. അപ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ ഒരു ഇസ്ലാമിക വിരുദ്ധ കാഴ്ചപ്പാടുണ്ടോ? നമ്മൾ സംശയിച്ചാൽ തെറ്റുണ്ടോ? ഇനി മറ്റൊന്ന്, ഈ ബഹുമാര്യത്വം എന്ന് പറയുന്ന വിഷയം ശരിക്കും പഠിച്ചാൽ ഇന്ത്യയിൽ ഡോക്ടർ റോയ് ബർമന്റെ പഠനം, ഡോക്ടർ കാന്തി പ്രകാശിന്റെ പഠനം, ഈ 2 പഠനങ്ങൾ തെളിയിച്ചെന്താ? ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ബഹുമാര്യത്വമുള്ളത് മുസ്ലിങ്ങളിലല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാരിത്വമുള്ളത് മുസ്ലിങ്ങളിലല്ല. ഏറ്റവും കൂടുതൽ ബഹുഭാരിത്വം ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഹൈന്ദവ സമൂഹത്തിലാണ്. കൃത്യമായി ഡോക്ടർ റോയ് ബർമന്റെ പഠനവും പറഞ്ഞു, കാന്തി പ്രകാശിന്റെ പഠനവും പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നിലനിൽക്കുന്നത് ഗോത്രവർഗങ്ങളിലാണ്, മുസ്ലിങ്ങളിലല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാരിത്വം നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നടക്കുന്നത്, ഇതിലൊന്നും മുസ്ലിങ്ങൾക്ക് പങ്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ അഭിസാരികകൾ ഏത് സമൂഹത്തിൽപ്പെട്ടവരാ? വേശ്യാവൃത്തി നടത്തുന്ന പെണ്ണുങ്ങളുടെ എണ്ണം നിങ്ങൾ കണക്കാക്കി എടുത്തു നോക്കി, എത്ര പെണ്ണുങ്ങൾ? എന്താ കാരണം? പലപ്പോഴും അവരെ സംബന്ധിച്ചോളം ജാതകം ശരിയാകാത്തത് കൊണ്ട് എടുത്തെറിയപ്പെട്ട സ്ത്രീകൾ. അതുപോലെ തന്നെ വിവാഹ ജീവിതം ആസ്വദിക്കാൻ അവർക്ക് മതപരമായി അവകാശമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ പലരും അഭിസാരികളായി പോകുന്നു. ബോംബെയിലെയും കൽക്കട്ടയിലെയും ഒക്കെ വേശ്യ തെരുവുകൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടും. മുസ്ലിം സ്ത്രീകൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിപക്ഷം അമുസ്ലിം സ്ത്രീകളാണ്. ഇന്ന് ക്യാബറെ ഡാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു പല സ്ഥലത്തും അഭിസാരികളായ സ്ത്രീകളെ പോലെ തന്നെ. മദ്യപിച്ചുകൊണ്ട് പണക്കാരന്റെ മുമ്പിൽ തുണിയടിച്ചിട്ടാടുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ആർക്കും പരാതിയില്ലല്ലോ, ആർക്കും പരാതിയില്ല, ഒരാളും അതേക്കുറിച്ച് പറയുന്നില്ല. ഏത് ഹോട്ടലിൽ ചെന്നാലും റിസപ്ഷനിസ്റ്റ് പെണ്ണായിരിക്കണം. ലിപ്സ്റ്റിക് തേച്ച് മുട്ടോളമില്ല, അരയോളമില്ല, അല്പം വസ്ത്രം മാത്രം ധരിച്ച് ആ പെണ്ണ് നിന്നുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കുന്ന രംഗമാണ് വേണ്ടത് എന്ന് എല്ലാവരും തീരുമാനിക്കുന്നു. പെണ്ണിന് ഇതിനു വേണ്ടി വെച്ചതാണോ? ആ പെണ്ണിന്റെ സ്വകാര്യ സൗന്ദര്യം, അവരുടെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട സൗന്ദര്യം ആരാന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ബിസിനസിന്റെ ഭാഗമാക്കി ആ പെണ്ണിന്റെ മേനിക്കൊടുപ്പ് കണ്ട് തന്റെ സ്ഥാപനത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന എത്ര ബിസിനസ്സുകാരുണ്ട്? ആർക്കും പരാതിയില്ല, ഒരാൾക്കും പരാതിയില്ലല്ലോ. വിവാഹമോചനം നടത്തി പാവപ്പെട്ട പെണ്ണുങ്ങൾ എത്രയോ അപകടകരമായ ജീവിതത്തിലേക്ക് പോകുന്നു. എന്തിനധികം ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഈ നിയമം കൊണ്ടുവരണമെന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ഞാനൊരിടത്ത് പ്രസംഗിച്ചു ഈ കാര്യം. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ആ പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പത്രക്കാർ കൂടും. ഇന്റർനാഷണൽ പത്രപ്രവർത്തകർ വന്നു. ലോകത്തൊക്കെ ഒരു വലിയ രാഷ്ട്രത്തിന്റെ തലവൻ വരുമ്പോ കൂടെ ഭാര്യ ഉണ്ടാവും. വിദേശ പത്രപ്രതിനിധികൾ ചോദിച്ചു, എവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ? നമ്മുടെ പത്രപ്രവർത്തകർക്ക് അതൊരു പുതിയ ചോദ്യമായി തോന്നി. ഗുജറാത്തിൽ മന്ത്രിയാകുമ്പോൾ അവർക്ക് തോന്നിയിട്ടില്ല. ഡൽഹിയിലെ വിദേശ പത്രപ്രതിനിധികൾ വന്നുകൊണ്ട് BBC-യുടെയും റോയിട്ടറിന്റെ ഒക്കെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചപ്പോ, അവിടുത്തെ ജോലിക്കാർ ചോദിച്ചപ്പോൾ ഇവർക്ക് അത്ഭുതമായി. അവർ അന്വേഷിച്ചു കണ്ടുപിടിച്ചു. അയാൾ വിവാഹം കഴിച്ച പെണ്ണ്, ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച പെണ്ണ് ഇന്നും ഒരു വിധവയെ പോലെ കഴിയുന്നു. ആ പെണ്ണിന്റെ കണ്ണീരിന്റെ കഥ പത്രത്തിൽ വന്നു. ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി തന്റെ കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കട്ടെ, എന്നിട്ട് മുസ്ലിങ്ങളെ സംരക്ഷിക്കട്ടെ.
ആദ്യം അതാ വേണ്ടത്. അവനാ കെട്ടിയ പെണ്ണിനെ ആദ്യം നോക്കാൻ കഴിയണം, പിന്നെ മുസ്ലിമിന്റെ പെണ്ണിനെ നോക്കിയാൽ മതി. അത് പത്രക്കാര് പുറത്തു കൊണ്ടുവന്ന വാർത്തയാ. ഞാൻ വളരെ കൃത്യമായി നിന്നു. മുസ്ലിം സമൂഹത്തിന്റെ സ്ത്രീകളോടുള്ള കണ്ണീര് ശരിക്ക് കപട കണ്ണീരാണ്. എയർ ഹോസ്റ്റസ്മാരില്ലേ, ഗർഭം പോലും ധരിക്കാൻ അവകാശമില്ല ചില കമ്പനികളിൽ. ഗർഭിണികളായ ജോലി പോകും, സൗന്ദര്യം നഷ്ടപ്പെട്ട ജോലി പോകും. വിവാഹം പോലും കഴിക്കാൻ സമയത്ത് കഴിക്കാതെ ഗർഭം ധരിക്കുമെന്ന് പേടിച്ച് ജീവിക്കുന്ന എയർ ഹോസ്റ്റസ്മാരുടെ ചില കമ്പനിയിൽ പാടില്ല. പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ആർക്കും പരാതിയില്ലല്ലോ, ഒരാൾക്കും പരാതിയില്ല. മുത്തലാഖ് മാത്രമേ ലോകത്തൊരു പ്രശ്നമുള്ളൂ. ആകാശഭൂമിക്കടിൽ ആകേണ്ടത് ആകാശഭൂമി തകരുന്നത് മുത്തലാഖ് കൊണ്ടാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് മുത്തലാഖിന്റെ പ്രശ്നം മുന്നിൽ വെച്ച് ശരീഅത്ത് മാറ്റാൻ പോവുകയാണ്. വേദപഠനം, അമുസ്ലിം സ്ത്രീകൾക്ക് വേദപഠനം പാടില്ല എന്ന വിധി ഉണ്ടായിരുന്നില്ലേ? ഞാൻ അതേക്കുറിച്ച് പറയുമ്പോൾ പക്ഷേ മതസൗഹാർദ്ദത്തിന് ആനി തട്ടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ അപ്പോഴും അടിവരയിട്ട് പറയുന്നു, ആര് വേദം പഠിക്കണം തീരുമാനിക്കേണ്ടത് ഹിന്ദു സമൂഹത്തിൽ അവർ തന്നെ. അത് അവരുടെ അവകാശം, നമ്മുടെ അവകാശമല്ല. അവിടെ നമ്മൾ കൈകടത്തേണ്ട കാര്യമില്ല. എന്നതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ നിയമങ്ങൾ ഓരോന്നും നിങ്ങൾ പരിശോധിക്ക്. ഓരോ മതത്തിന് അതിന്റെ നിയമം അറിയാതെ പറഞ്ഞാൽ അപകടം വരും. ഇന്നിപ്പോ കേരള നിയമസഭയിൽ ഒരു ചർച്ച വന്നു. മതബോധമുള്ള ഒരു മന്ത്രി പറഞ്ഞ വാചകം എന്താ? മതബോധമുള്ള ആളാണ്. നമ്മൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയില്ല, നല്ല മതബോധമുള്ള വ്യക്തിയാണ്. ചാരിയാൽ ചാരിത മണക്കുമെന്നതുകൊണ്ടായിരിക്കാം താടിയെ കുറിച്ച് ചർച്ച വന്നപ്പോ താടി എന്ന ഏർപ്പാട് ഇസ്ലാമിലേ ഇല്ല എന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയ കാര്യം സുന്നത്തല്ല എന്നാ പറയുന്നത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. താടി സുന്നത്താണ്, പക്ഷെ ഇവിടെ കുറെ ആൾക്കാർ വെച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ലീഗിന്റെ MLA താടി വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇസ്ലാമിൽ താടിയില്ല എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സുന്നത്താക്കിയ ഒരു കാര്യം നമ്മളിൽ ബഹുഭൂരിപക്ഷവും വെച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവമില്ല എന്നാ അങ്ങനെ പറയാവുന്നല്ലോ. നാക്ക് പഴിച്ചതാകാം. അത്തരം അപകടങ്ങളിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം. നമ്മൾ നമ്മുടെ അഭിപ്രായം ഉണ്ടാവുക, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന പ്രത്യേക അവകാശങ്ങളെ കുറിച്ച് നിങ്ങൾ ഇന്നു മുതൽ പഠിക്കാൻ തുടങ്ങി നോക്ക്. എത്ര എണ്ണുണ്ട്? സിഖുകാർക്ക് തലപ്പാവ് വെക്കാൻ അവകാശമുണ്ട്. നമ്മളൊക്കെ ഒരു മോട്ടോർ സൈക്കിളിൽ പോകുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ചിട്ട് പോലീസ് ചാർജ് ചെയ്യും. നമ്മളെ തൽക്കാലം വെക്കും, പോലീസ് പോയി എടുത്തു വെക്കും, അത് വേറെ കാര്യം. നേരെ മറിച്ച് സിഖുകാരൻ അത് വെക്കേണ്ട കാര്യം, എന്റെ തലപ്പാവ് തന്നെ ധാരാളം മതി, എന്റെ തലപ്പാവ് എനിക്ക് അഴിച്ചിട്ട് ഹെൽമെറ്റ് വെക്കാൻ കഴിയില്ല എന്ന് അവന്റെ വാദം. അവൻ വെക്കണ്ട. ഒരു സിഖുകാരൻ ആ തലപ്പാവ് കെട്ടിപ്പോയാൽ അവനെ പോലീസ് പിടിക്കില്ല. നേരെ മറിച്ചൊരു ഉസ്താദ് അതിലും വലിയ തലക്കെട്ട് കെട്ടിപ്പോയാൽ ഉസ്താദിനെ പിടിക്കും. ഉസ്താദിനെ പിടിക്കും. ഉസ്താദ് നല്ല സിഖുകാരന്റെ തലക്കെട്ടിനേക്കാൾ ഉഗ്രം തലക്കെട്ട് കെട്ടിയാലും പിടിക്കും. എന്താ വ്യത്യാസം? സിഖുകാരൻ ആ തലപ്പാവ് വെക്കാൻ ഭരണഘടന അവകാശം കൊടുത്തിട്ടുണ്ട്, അത് അവന്റെ അവകാശമാണ്. ഈ സിഖുകാരൻ ഒരു കൃപ്പാണ്, ഒരു വാള് തൂക്കിയിടാം. ഏത് ഓഫീസിലും എവിടെയും അതുകൊണ്ട് അവന് കയറിച്ചല്ല, അത് അവന്റെ അവകാശം. നേരെ വെച്ച് നമ്മളൊരു വാളും തൂക്കിയിട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ തന്നെ തീവ്രവാദി എന്ന് വിധി എഴുതും. അവ നമുക്ക് സിഖുകാരൻ താടി വെക്കുന്നതിനോ സിഖുകാരൻ തലപ്പാവ് വെക്കുന്നതിനോ കൃപാൻ കൊണ്ട് നടക്കുന്നതിനോ ഒരു പരാതിയില്ല. അത് അവരെ മതപരമായ അവകാശമാണ്. നമ്മളവരെ കുറ്റപ്പെടുത്തേണ്ട, അവർക്കത് ചെയ്യാവുന്നതാണ്. ഗോവയിലെ ഹൈന്ദവർക്ക് പ്രത്യേക നിയമമുണ്ടല്ലോ, ഇന്ത്യയിൽ ബോഡോകൾക്ക് പ്രത്യേക നിയമമുണ്ടല്ലോ, ജാർഖണ്ഡിലെ വിഭാഗത്തിന്റെ പ്രത്യേക നിയമമുണ്ടല്ലോ, കാശ്മീരിന്റെ പ്രത്യേക പദവി ഉണ്ടല്ലോ. അതൊന്നും ഏകീകരിക്കാതെ ഈ ഏക സിവിൽ കോഡ് മാത്രം കൊണ്ടുവരുന്നതിന്റെ അർത്ഥം എന്താ? ഒരു പൊതു സിവിൽ കോഡ് കൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുമെന്ന് വാദിക്കുന്ന ആൾക്കാരാരാ? ഒരു നിലക്കുമെന്ന് സാധ്യമല്ല. പൊതുവായൊരു നിയമത്തിന്റെ കീഴിൽ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ നിർത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ചർച്ച ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം, മുത്തലാഖ് മുമ്പിൽ വെച്ച് വിശദീകരിച്ചപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ നാമധാരികളായ ചില ആളുകൾ മുന്നോട്ട് വന്ന് ആ നാമധാരികളായ ആളുകൾ അത് മാറ്റി എഴുതണം എന്ന് പ്രസംഗിച്ചു. പല സ്ഥലത്തും കോടതിയിൽ പോലും സമൂഹത്തിൽ പണ്ടുമുണ്ടായിട്ടുണ്ട്. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ് പലപ്പോഴും നമ്മളെ തകർക്കുന്നത്. പശ്ചിമേഷ്യൻ യാത്രയിൽ ഞാൻ പഠിച്ച പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ച ശത്രുവിനെ കൊണ്ടല്ല, നമ്മൾ ഭിന്നിച്ചപ്പെടാം. നമ്മൾ ഭിന്നിച്ചാൽ എല്ലാം അപകടത്തിൽപ്പെടും. ഇന്ന് നമുക്കിടയിൽ ഇന്ന് തന്നെ ചില ആളുകൾ ശരീരത്തിൽ ചില്ലറ മാറ്റമൊക്കെ വരുത്തണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഭിന്നിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. 984 YB ചന്ദ്രചൂഡിന്റെ വിധിക്കെതിരെ നമ്മൾ എങ്ങനെ ഒന്നിച്ചു നിന്നോ ആ രീതിയിൽ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ഉത്തർപ്രദേശിൽ 3.5 കോടി മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് ഒരു പാർലമെന്റ് മെമ്പറെ പോലും പറഞ്ഞേക്കാൻ പറ്റിയില്ല എന്ന്. ഒന്നിക്കാൻ കഴിയാത്തൊരു സമൂഹത്തിന് അപകടം വരുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ വരാൻ പോകുന്ന അപകടം ചെറുതല്ല, മഹാ അപകടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.
നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. നിങ്ങളുടെ നിക്കാഹിന് കോടതിയിൽ ഒരു സാധുതയും ഉണ്ടാവില്ല. ഒരു പക്ഷേ ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നിയമം വേണമല്ലോ. വിവാഹത്തിന് ഏതാ നിയമം? ഭൂരിപക്ഷത്തിന്റെ നിയമമായിരിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ആരാണോ അവർക്ക് സ്വീകാര്യമായ ഒരു കോഡാണ് വരിക. അപ്പോൾ അമ്പലത്തിൽ പോയി നിറപറയും നിലവിളക്കും കൊളുത്തി വിവാഹം നടത്തിയെങ്കിൽ കോടതിയിൽ അംഗീകരിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ ഒരിക്കലും നമ്മുടെ മതം അനുവദിക്കും. വിവാഹമോചനം ഒരിക്കലും തൊലാക്ക് കൊണ്ട് പറ്റില്ല. തൊലാക്ക് ചൊല്ലേണ്ട രംഗം വന്നാൽ ചൊല്ലാതിരിക്കാൻ പറ്റില്ല. തൊലാക്ക് ചൊല്ലിയാലും കോടതി പറയും അതിന്റെ ഭാര്യ തന്നെയാണ്. പിന്നെ പോയി അത് തെളിയിക്കേണ്ട അവസ്ഥയുണ്ടാകും. ആ പെണ്ണ് നമ്മളോട് എന്താണ് അവകാശപ്പെടുന്നത് അത് ഇസ്ലാമികമല്ലാത്തതിനെ കൊടുക്കേണ്ടി വരും. പിതൃത്വ പ്രശ്നം വരും. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരും. ഒരിക്കലും ഒരു മുസ്ലിമിന് ശരിയായ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തൊരു ഗതി ഇന്ത്യയിൽ വരും. ആ ഗതി വന്നാൽ പിന്നെ മുസ്ലിമിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടും. നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തലാണ് ശത്രുവിന്റെ ലക്ഷ്യം. ചിന്തിക്കണം നിങ്ങൾ. ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിമിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തലാണ്. ഈ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടാൽ പിന്നെ സമൂഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ മതപരമായ ആചാരങ്ങൾക്ക് പോലും ചിലപ്പോൾ വിലക്കേർപ്പെടുത്തും. ഇന്നിപ്പോ നമുക്ക് ഏത് എയർപോർട്ടിൽ പോയാലും നിസ്കരിക്കാം, എവിടെ പോയാലും ജുമാ നടത്താം, പള്ളികൾ വരെ നടത്താൻ ചിലപ്പോൾ പ്രയാസം വരും. കാരണം എന്താ? ഒരു പൊതു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മതത്തിന് മാത്രം പ്രത്യേകം ഒരു നിയമം പറ്റില്ല എന്ന് പറയും. ഒരു മതത്തിന് മാത്രം ഒരു പ്രത്യേക നിയമം പറ്റില്ല. ഈ രാജ്യത്ത് ഒരു നിയമമേ ഉള്ളൂ. പള്ളിയുടെ കേസ്, വഖഫ് ബോർഡിന്റെ ഒരു കേസ് കോടതിയിൽ വന്നാൽ എന്ത് ചെയ്യും? ഇന്ന് വഖഫിന്റെ ഒരു കേസ് കോടതിയിൽ വന്നാൽ അതിന് വഖഫ് ട്രൈബ്യൂണൽ ഉണ്ട്. വാക്കിഫ് എന്താണോ ഉദ്ദേശിച്ചത് അത് ശരിക്കും നടപ്പായി കിട്ടും. നമ്മുടെ വഖഫ് സ്വത്ത് മുഴുവൻ കയ്യേറി പോകില്ലേ? ഒരു വഖഫ് സ്വത്തിന്റെ സംരക്ഷണത്തിന് ഇന്ന് കോടതി തയ്യാറാണ്. നാളെ കോടതി തയ്യാറുണ്ടോ? കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്ത് കേരളത്തിലല്ല, കേരളത്തിന്റെ പുറത്താണ് ഏറ്റവും കൂടുതൽ വഖഫുള്ളത്. സമ്പന്ന മുസ്ലിങ്ങൾ മുഴുവൻ കേരളത്തിന്റെ പുറത്തായിരുന്നു. രാജാക്കന്മാര് വഖഫ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. രാജാക്കന്മാര് വഖഫ് ചെയ്ത പള്ളികളും പള്ളിപ്പറമ്പുകളും വലിയ വലിയ ബിൽഡിങ്ങുകളും ബോംബെയിൽ പോലും ഉണ്ട്. രാജകുടുംബം വഖഫ് ചെയ്തത്, സമ്പന്നർ വഖഫ് ചെയ്തത്, അന്യാധീനപ്പെട്ടു പോയി പലതും. ഏക സിവിൽ കോഡ് രാജ്യത്ത് വന്നാൽ വഖഫിനായിട്ട് പ്രത്യേക നിയമം ഉണ്ടാവില്ല. ഏക സിവിൽ മുസ്ലിം പേഴ്സണൽ ലോയിൽ ഒരു ഭാഗം വഖഫാണ്, ഒന്ന് ട്രസ്റ്റാണ്, ഒന്ന് ദാനമാണ്. കോടതിയിൽ ചെന്നാൽ ഒരു വഖഫ് സ്വത്ത്, നമ്മുടെ പള്ളിയുടെ സ്വത്ത് ഒരാൾ കയ്യേറി, നിങ്ങളെ പള്ളിയുടെ സ്വത്ത് ഇന്നൊരാൾ കയ്യേറിയാൽ വഖഫ് ബോർഡ് ഒരു പരാതി കൊടുത്താൽ വഖഫ് ബോർഡ് വക്കീലിനെ വെച്ച് വാദിച്ച് ജഡ്ജിയെ കൊണ്ട് തിരിച്ചു വാങ്ങിച്ചു തരും. നിങ്ങൾ ചെലവും കൊടുക്കണ്ട. ഏക സിവിൽ കോഡ് വന്നാൽ അവന്റെ വഖഫ് ബോർഡ് ഉണ്ടാവില്ല. ഒരു മതത്തിന്റെ ബോർഡ് നിലനിർത്താൻ പറ്റൂല. നിങ്ങൾ എന്ത് വിചാരിച്ചു? ചില്ലറ പ്രശ്നമാണോ ഇത്? അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്ത ഡെഡിക്കേറ്റഡ് പ്രോപ്പർട്ടി ഓഫ് ഗോഡ്. കാരണവന്മാർ അള്ളാഹിന്റെ പേരിൽ വഖഫ് ചെയ്ത സ്വത്ത് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ആ മഹലിൽ പിന്നെ മുസ്ലിമായി നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? അങ്ങനെ നിയമം വന്നിട്ട് പിന്നെ നിങ്ങൾ മുസ്ലിങ്ങളായി കഴുത്ത് നീട്ടി കൊടുക്കണോ? അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെയും ഇസ്ലാമിന്റെ ഷിയാറിനെയും സംരക്ഷിക്കാൻ കഴിയാത്തൊരു മുസ്ലിം എന്ത് മുസ്ലിമാ? കോൺസ്റ്റിറ്റ്യുവൻസി നമുക്ക് ശരിക്കും അവകാശം തരുന്നുണ്ട്. ഈ മതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം, പ്രചരിപ്പിക്കാനുള്ള അവകാശം, അനുഷ്ഠിക്കാനുള്ള അവകാശം. അത് ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അനുവദിക്കാൻ പാടില്ല. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളുടെ ശബ്ദത്തിന് വിലയുണ്ട്. ബോംബെയിൽ വലിയ പ്രകടനം കണ്ടല്ലോ നമ്മൾ. ജനസാഗരം ഒഴുകുന്നു. വോട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ എവിടെയിരുന്നു? അവസാനം ബുദ്ധി ഉദിച്ചാൽ മതിയോ? ഉറങ്ങി കുറഞ്ഞിട്ട് കൂർക്കം വലിച്ചാൽ മതിയോ? നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ശരിക്കും പഠിക്കണം പാഠം. ഇന്നും രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റുകൾക്ക് കേവലം 32% വോട്ടേ ഉള്ളൂ. ബാക്കി 78% വോട്ടും ഇപ്പുറത്താ. ചിന്തിക്കണം നിങ്ങൾ. എന്റെ സദസ്സിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട പുരുഷാരത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മതത്തിന്റെ ചിഹ്നം സംരക്ഷിക്കാൻ ജനാധിപത്യ മാർഗത്തിൽ നമുക്ക് മുന്നേറാൻ പറ്റിയ ഒറ്റ അവസരമാണ്. ആദ്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ച റബ്ബ് ഈ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിക ജീവിതം ദുസ്സഹമാക്കുന്ന എന്ത് നിയമമാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നെങ്കിലും പടച്ച റബ്ബേ അത് പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ ശക്തി തരണേ തമ്പുരാനെ. നമ്മൾ പടച്ചവരോട് പറയും. രണ്ടാമത്തൊന്ന്, നമ്മൾ ഐക്യം കാണിക്കുക. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ശരീരത്തെ മാറ്റണം എന്ന് പറയരുത്. താടി ഇസ്ലാമിൽ ഇല്ല എന്ന് പറയരുത്. നമ്മുടെ ചിഹ്നങ്ങളെ കുറിച്ചൊരു അവബോധം നമുക്കാണ്. ചാടി വെച്ചവനൊക്കെ ചോദ്യം ചെയ്യപ്പെടാണെന്ന് കരുതി താടി ഇസ്ലാമിൽ ഇല്ല നമ്മൾ പറഞ്ഞുകൂടല്ലോ. അങ്ങനെ പറഞ്ഞൊരു വാചകം ഞാൻ കേട്ടത് കൊണ്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് നല്ല മതബോധമുള്ളൊരു വ്യക്തിയിൽ നിന്ന്. എന്നതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അനൈക്യം ചെറുക്കാൻ അല്ലെങ്കിൽ അനൈക്യം ഐക്യപ്പെടാൻ പടച്ച റബ്ബ് ഒരു പക്ഷേ നമുക്ക് നൽകിയൊരു അവസരമാകാം. ഇന്ന് നമ്മുടെ ഗ്രാമത്തിലേക്ക് ചെന്നാൽ നമ്മൾ 100 കക്ഷികളാണ്, 100 വിഭാഗങ്ങളാണ്. പള്ളിക്ക് വേണ്ടി തർക്കം കൂടുന്നവർ, തമ്മിലടിക്കുന്നവർ, മഹാന്മാരുടെ നേതൃത്വത്തെ അംഗീകരിക്കാത്ത ആളുകൾ, പലതരത്തിലാണ് ആളുകൾ. വീക്ഷണ വൈജാത്യം കൊണ്ട് നമ്മുടെ സമൂഹം അടിയും ഇടിയും പരസ്പര കൊലപാതകത്തിൽ വരെ എത്തി നിൽക്കുന്ന വാർത്ത നമ്മൾ കാണുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ പക്ഷേ ഈ മുസ്ലിം ഉമ്മത്തിന് യോജിക്കാൻ പടച്ചറബ് ഒരു തുരുമ്പ് തന്നതാവാം. അങ്ങനെ മനസ്സിലാക്കണം. പടച്ചറബ് ഒരു വിധി വരുമ്പോ ആ ഖലാഇൽ ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കണം.
984 ഈ പ്രശ്നം വന്നപ്പോൾ മുസ്ലിം സംഘശക്തി 2 ആയിരുന്നു. എല്ലാവരും പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വം അംഗീകരിച്ചിട്ട് ഒന്നായി. അൽഹംദുലില്ലാ, അതിന്റെ നേട്ടം ഈ ഉമ്മത്തിന് കിട്ടി. ഞാൻ പച്ചയായി പറയുന്നു, മുസ്ലിം ലീഗ് ഒന്നിച്ചത് 84 ശരീഅത്ത് വിവാദത്തിലാണ്. ഇത് നമുക്ക് നല്ലൊരു പാഠമാണ്. ഇസ്ലാമിക ഉമ്മത്തിന്റെ അടിസ്ഥാന പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ സമത്വ കേരള ജംഇയ്യത്തുൽ പോലുള്ള മാതൃസംഘടന, മഹാന്മാരായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഈ സമൂഹത്തെ നയിച്ചു. ശംസുൽ ഉലമയെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അഭിപ്രായം അറിയാൻ രംഗത്തിറക്കണമെന്ന് മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് അന്നത്തെ പ്രശ്നത്തിൽ സേഡ് സാഹിബിനെ ചുമതലപ്പെടുത്തി അയച്ചത്. ആ ശംസുൽ ഉലമ നേതൃത്വം കൊടുത്ത പ്രവർത്തനം തെറ്റാണെന്ന് പറഞ്ഞു പോയ ആളുകൾക്ക് രണ്ടാമതെങ്കിലും അവസരം വരുമ്പോ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തട്ടിപ്പടച്ച ഭാഗം നിർത്തിവെച്ച് സമത്വയിൽ വന്ന് ലയിക്കാൻ പറ്റിയൊരു അവസരവും കൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കണം. അതുപോലെ കേരളത്തിലെ മറ്റു സംഘടനകൾ നമ്മൾ കെട്ടിപ്പിടിച്ചു നിൽക്കേണ്ട സമയമാണിപ്പോ. ഐക്യം കൊണ്ടേ മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടൂ. ഇവരുടെയൊക്കെ ലക്ഷ്യം നമ്മുടെ ഐഡന്റിറ്റി തകർക്കലാണ്. ഐഡന്റിറ്റി ബേസ്ഡ് പ്രവർത്തനത്തിന് മാത്രമേ നമുക്ക് മുൻതൂക്കം കൊടുക്കാൻ പറ്റൂ. ഇത് വികാരപരമായി കൈകാര്യം ചെയ്ത് രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വികാരം ജനിപ്പിച്ചിട്ടോ ഒരു ഫലവുമില്ല. ജനശക്തി നമുക്കൊപ്പമുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനാദ്യം നമ്മൾ ഒന്നിക്കണം. നമ്മൾ ഭിന്നിച്ചെന്നാൽ ഒന്നും നടക്കൂല. അതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് സമത്വ വലിയൊരു ശരീഅത്ത് റാലി 4-ാം തീയതി സംഘടിപ്പിക്കുന്നത്. അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അതിനെ അഭിസംബോധന ചെയ്യാൻ ഞാൻ പോകുന്നുണ്ട്. അതിന്റെ രൂപകൽപ്പന നൽകി പോകുന്നതാ. ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. മാത്രമല്ല, എന്റെ ഉമ്മ രോഗിയായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിവരമാണ് എനിക്കിവിടെ കിട്ടിയത്. ഞാൻ ആ കാര്യത്തിൽ വളരെ മാനസിക ടെൻഷനിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ രോഗം സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് ദുആ ചെയ്താൽ അത് സുഖമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അള്ളാഹു ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ ശരീഅത്ത് യോഗം ഇത്രയും ആൾ കൂടുന്ന ഞാൻ ഇട്ടേച്ചു പോയാൽ ഇന്ന് ഞാൻ തിരിച്ചു പോയിരുന്നുവെങ്കിൽ ഈ സമ്മേളനം വളരെ പ്രയാസപ്പെടൂലേ? അതുകൊണ്ടാണ്. ഒരു പകരക്കാരനെ കണ്ടെത്താൻ കേരളത്തിലാണ് ഈ കഴിയും, പെട്ടെന്ന് ഇവിടെ സാധിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ദുആ ഞാൻ അവിടെ ഉള്ളതുപോലെ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവസാനമായി സമയം കഴിഞ്ഞു, മറ്റു ചില ചരിത്ര സംഭവങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിലാക്കാം. ഒറ്റ കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് നിയമം ലംഘിക്കാതെ, രാജ്യദ്രോഹം പറയാതെ, കോടതിക്കെതിരെ പറയാതെ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, നമുക്ക് ദേശസ്നേഹം ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടിൽ പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് മഹാനായ ഉമർ ഖാദി തങ്ങൾ ബ്രിട്ടീഷുകാരൊക്കെ നികുതി കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹദൂം തങ്ങൾ നിങ്ങൾ പോർച്ചുഗീസുകാരോട് സഹകരിക്കരുത് എന്ന് കൃത്യമായി സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മമ്പറത്തെ തങ്ങൾ ഈ സമൂഹത്തോട് സൈഫുൽ ബത്താർ എഴുതിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ തുരത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഒക്കെ ഗാന്ധിജിക്കൊപ്പം നിന്നുകൊണ്ട് ദേശസ്നേഹം പ്രകടിപ്പിച്ച് സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ, മുതലപ്പുരയെടുത്ത് നാരായണ മേനോനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വലത്തും ഇടത്തുനിന്നുകൊണ്ട് കട്ടിലശ്ശേരി മൗലവിയും ചമ്പ്രശ്ശേരി തങ്ങളും 1921 സ്വാതന്ത്ര്യ സമരത്തിൽ മലബാറിൽ തീച്ചൂളയായിരുന്ന സമരത്തിൽ അവർ ലയിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന പോത്തുവണ്ടിക്കാരൻ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ചിട്ടുണ്ടെങ്കിൽ, ആ ചരിത്ര ഭൂമിയിലാണ് നമ്മളുള്ളത്. ആര്യ മുസ്ലിയാരുടെയും ലവക്കുട്ടിയുടെയും കുഞ്ഞലവിയുടെയും സ്മരണ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണയാണ്. അവരൊക്കെ സമരം ചെയ്തത് രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്. നമുക്ക് മുസ്ലിമായി ജീവിക്കാനും ഹിന്ദുവിനെ ഹിന്ദുവായി ജീവിക്കാനും ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കാനും എല്ലാം അടിച്ചുടച്ച് ഒന്നാക്കാനല്ല. അങ്ങനെയല്ല ഇന്ത്യ ഉണ്ടാക്കിയത്. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടന പറയുന്ന അനുസരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചെങ്കോട്ടിൽ നിന്നുകൊണ്ട് ഇന്നേ വരെ പ്രസംഗിച്ച പ്രസംഗന്മാരും ഡോക്ടർ സക്കീർ ഹുസൈൻ മുതൽ ബാബു രാജേന്ദ്ര പ്രസാദ് മുതൽ ഇന്ത്യ കണ്ട പ്രഗത്ഭരായ പ്രധാനമന്ത്രിമാര് മുഴുവൻ, പ്രസിഡന്റുമാര് മുഴുവൻ ചെങ്കോട്ടയിൽ നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും നമ്മുടെ ദേശീയ പതാക വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. എല്ലാവരും പറഞ്ഞ വാക്കൊന്ന, ദേശ് ഏക് ഐസാ ഗുസ്നുമാ ഭാഗ് ഹോ, ദേശ് ഏക് ഐസാ ഗുസ്നുമാ ഭാഗ് ഹോ. നമ്മുടെ രാജ്യം നല്ല ഒരു തരത്തിലുള്ള പൂങ്കാവനമാകട്ടെ. और उसमें हर धर्म के फूल खिले. ഈ രാജ്യത്തിന്റെ പൂങ്കാവനത്തിൽ എല്ലാ മതങ്ങളായ പൂക്കളും വിരിയട്ടെ. और उसकी मिली जुली महक सारे देश को एकता और प्रेम में भिगो दे. ആ പൂക്കളുടെ സുഗന്ധം ഇന്ത്യയെ ഒരു സൗഹൃദത്തിൽ, അതിന്റെ സുഗന്ധത്തിൽ മുക്കി നിമഗ്നമാക്കട്ടെ. എല്ലാ മതങ്ങളും വിരിയുന്നൊരു പൂങ്കാവനം, പൂങ്കാവനത്തിലെ പൂക്കളുടെ സുഗന്ധത്തിൽ എല്ലാവരും നിമഗ്നമാകട്ടെ. അത് പറഞ്ഞ രാജ്യത്തിന്റെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും കടന്നുപോയി. പുതിയ ഒരാൾ വന്ന് പുതിയ നിയമം കൊണ്ടുവന്ന് ഒക്കെ അടിച്ചുടച്ച് ഒന്നാക്കാനല്ല ശ്രമിക്കേണ്ടത്. ഒരു പൂന്തോട്ടത്തിലെ വിവിധ പൂക്കൾക്കാണ് സൗന്ദര്യമെന്ന് പറഞ്ഞിടത്തേക്ക് തിരിച്ചു പോകണം. ആ പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കളും വെട്ടിക്കളഞ്ഞ് ഒരു പൂവിനെ മാത്രം അതിൽ വളർത്താൻ ശ്രമിച്ചാൽ മുസ്ലിം ഉമ്മത്ത് അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറക്കെ പറയണം. അതിന് സാധിക്കണം നമുക്ക്. അത് ജനാധിപത്യ മാർഗത്തിൽ പറയണം.
മതേതര മാർഗത്തിൽ പറയണം. അക്രമത്തിന്റെ ഭാഷയാവരുത്, തീവ്രതയുടെ ഭാഷയാകരുത്, അപകടത്തിന്റെ ഭാഷയാകരുത്, രാജ്യത്തിന്റെ നിയമത്തെ അതിലംഘിക്കരുത്. പ്രധാനമന്ത്രിയും ഒരു പൗരനാണ്, നമ്മളും പൗരന്മാരാണ്. പൗരാവകാശം എല്ലാവർക്കും ഒരുപോലെയാണ്. അതാണ് ഓൾ പേഴ്സൺസ് ആർ ഇൻഡിവിജ്വൽ, വ്യക്തിപരമായി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. നമ്മുടെ വിശ്വാസ്വാതന്ത്ര്യം ഭരണഘടന തന്നതാണെങ്കിൽ അത് സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് അള്ളാഹു നമുക്ക് കരുത്തു പകരമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു ഭാഗത്തേക്കൊന്നും പോകാതെ, അള്ളാഹുവിന്റെ നിയമത്തെ തിരുത്തിയെഴുതാൻ കഴിയാത്തത് കൊണ്ടാണ്, വാശി കൊണ്ടല്ല, മാത്രമല്ല ഞങ്ങളിത് മുറുകെ പിടിക്കുന്നതുകൊണ്ട് ഒരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു മതമില്ലാത്തവനും ഒരു ദ്രോഹവും ഇന്നുവരെ ചെയ്തിട്ടില്ല. ഇനി മുസ്ലിങ്ങളിൽ ആർക്കെങ്കിലും ഈ ശരീരത്തിൽ താല്പര്യമില്ലെങ്കിൽ അവർക്ക് അവരെ വഴി നോക്കാനോ? ഒരു മുസ്ലിമിന് തോന്നുകയാണ് ഈ ശരീരത്ത് നിയമം ശരി, അയാൾക്ക് വഴി നോക്കിക്കൂടെ? അയാൾക്ക് ശരീരത്ത് നിയമം അനുസരിച്ചോളണമെന്നില്ലല്ലോ. നമ്മളിത് പറയുന്നു, പരിശുദ്ധ പ്രവാചകരോട് ഖുർആൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കുന്ന ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ. അവരെ പിടിച്ചു കെട്ടി മുസ്ലിമാക്കേണ്ട കാര്യത്തിൽ എല്ലാവരും എല്ലാ മുസ്ലിങ്ങളും ശരീരത്തനുസരിക്കുന്നല്ല നമ്മൾ പറയുന്നത്. മുസ്ലിമാണോ അവൻ ശരീരത്ത് അംഗീകരിക്കണം. ശരീരത്തിൽ താല്പര്യമില്ലാത്തവരോ അവനവന്റെ പാട്ടിന് പോകാം. ഒരു മുസ്ലിമിന് ഇസ്ലാമിക വിവാഹ രീതി ശരിയല്ല, അവനവന്റെ മാർഗം സ്വീകരിച്ചോളട്ടെ. ഒരു മുസ്ലിമിന് ഇസ്ലാമിന്റെ ദായക്രമം ശരിയല്ല, അവനവന്റെ മാർഗം സ്വീകരിച്ചോളട്ടെ. നിസ്കരിക്കാത്ത എത്ര പേരുണ്ട്, മദ്യപിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ പറയുന്നത് യഥാർത്ഥ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് ഭരണഘടന അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക തന്നെ വേണം. അത് കിട്ടുന്നത് വരെ ഈ രാജ്യത്ത് നമ്മൾ പൊരുതേണ്ടി വന്നാൽ പൊരുതണം. ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ നമ്മൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. മാത്രമല്ല, ഇന്നേ വരെ നമ്മൾ ഈ രാജ്യത്തിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിടിക്കപ്പെട്ട ചാരന്മാര് മുഴുവൻ മുസ്ലിങ്ങളായിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് പിടിക്കപ്പെട്ട പല ചാരന്മാരും മറ്റു സമുദായക്കാരായിരുന്നു. അതിന്റെ പേരിൽ നമ്മൾ ആ സമുദായത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നത് നമ്മളല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊന്നതും ഇന്ദിരാഗാന്ധിയെ കൊന്നതും നമ്മളല്ല. നമ്മുടെ കയ്യിൽ എവിടെയും ചോര പുരണ്ട പാടുകളില്ല. നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത പാരമ്പര്യമേ ഉള്ളൂ. ദേശത്തെ സ്നേഹിച്ച പാരമ്പര്യമേ ഉള്ളൂ. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. സ്വരാജ്യ സ്നേഹം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ടും നിയമസംഹിതകൾ അംഗീകരിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ദയവ് ചെയ്ത് ദ്രോഹിക്കരുത് എന്ന് വിനയപൂർവ്വം നമ്മുടെ ഭരണാധികാരികളുടെ മുമ്പിൽ സമർപ്പണം ചെയ്യാനാണ് നമ്മൾ റാലി നടത്തുന്നത്. ഇത് അവകാശ പോരാട്ടമാണ്, കുൽസിത ശ്രമമല്ല, ആരെയും അട്ടിമറിക്കാനല്ല, രാജ്യത്ത് അരക്ഷിതത്വം ഉണ്ടാക്കാനല്ല. അള്ളാഹു നമ്മുടെ പ്രവർത്തനത്തിലെ ഇഖ്ലാസ് സ്വീകരിക്കുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഐക്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യസമയത്ത് എന്റെ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. സമയബന്ധിതമായി പറഞ്ഞുകൊണ്ട് ഞാൻ തയ്യാറാക്കിയ പല നിയമകാര്യങ്ങളും പറയാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് മറ്റവസരത്തിലാകാം നമുക്ക് ഒന്നിച്ചൊന്ന് കൂട്ടുപ്രാർത്ഥന നടത്തി പിരിയാം. പ്രത്യേകിച്ച് ഈ മദ്രസയ്ക്ക് വേണ്ടി, ഈ സംഘത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് പ്രവർത്തകർ, മരണപ്പെട്ടു പോയ പഴയ നേതാക്കൾ, അതുപോലെ വായദ് ഉപ്പ അടുത്ത കാലത്ത് മരിച്ചു, കുഞ്ഞുമാജിയുടെ പിതാവ് മരിച്ചിരുന്നു. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഇന്ന് KMCC മരിച്ച ഹൈദർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ പ്രവാസിയായിരുന്നു. അദ്ദേഹത്തിനും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട KMCCയുടെ ഹൈദർ എന്ന സഹോദരന് വേണ്ടി ഒരു സഹായ നിധി KMCC പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്ന സഹായം കൊടുക്കണം. അങ്ങനത്തെ ഒരു വിഷമം പടച്ചറബ് നമുക്ക് നൽകാതിരിക്കുമാറാവട്ടെ. അവസാനമായി ഒരു വാക്ക് പറയാനുള്ളത്, പിന്നീട് നിങ്ങളെ ബന്ധപ്പെടും. അവസാനമായി ഒരു വാക്ക് പറയാനുള്ളത്, നമ്മുടെ ഉമറുൽ ഫാറൂഖ് ഉദവി അദ്ദേഹം ഒരു ആദരം ഇവിടെ ഏറ്റുവാങ്ങി. വളരെ കാലമായി ഞാൻ അവസാനം പറയാമെന്ന് കരുതിയതാണ്, അവസാനമായി അത് പറയാൻ വെച്ചതാണ്. അല്ല, അദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായതല്ല. ബഹുമാനപ്പെട്ടവർ ഇവിടെ വന്ന് ഇതിന്റെ കോർഡിനേഷൻ നിർവഹിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തുള്ള സ്നേഹവും വിശ്വാസവും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചൂഷണ മനോഗതിയില്ലാതെ, ഞാൻ അടിവരായിട്ട് പറയുന്നു, ചൂഷണ മനോഗതിയില്ലാതെ സേവന മനസ്ഥിതിയോടുകൂടി നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചും നിങ്ങളെ ദീനിലേക്ക് ഒരുമിപ്പിച്ചും ഈ മദ്രസക്ക് നേതൃത്വം കൊടുത്തും അദ്ദേഹം ഇത്രകാലം ചെയ്ത സേവനം പടച്ചറബ് കബൂലാക്കുമാറാവട്ടെ. പോകാൻ പാടില്ലായിരുന്നു, പക്ഷേ അദ്ദേഹം അതിനേക്കാൾ പുരോഗതി കിട്ടുന്ന ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ നമ്മൾ തടുക്കാൻ പാടില്ലല്ലോ. എല്ലാ കാലത്തും എന്നും ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിടപ്പെട്ട ആളാവൂലല്ലോ. എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ഇവിടുന്ന് പോയാലും ദീനി രംഗത്ത് തിളങ്ങാൻ അള്ളാഹു അദ്ദേഹത്തിന് കരുത്ത് പകരമാറാവട്ടെ. ഞങ്ങൾക്ക് സന്തോഷമാണ് ഒരു പ്രഭാഷകനെ നമുക്കവിടെ കിട്ടുക. നമുക്ക് എത്ര പ്രഭാഷകരുണ്ടാവും തികയാത്ത കാര്യമാണ്. അദ്ദേഹത്തെ നമുക്ക് നാട്ടിൽ ഉപയോഗപ്പെടുത്താം. തത്തുല്യനായ ഒരാളെ കണ്ടെത്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നോ നിങ്ങൾ ഈ നേതൃത്വത്തെ വീണ്ടും ധന്യമാക്കണം. അദ്ദേഹത്തെ നിങ്ങൾ സ്നേഹിച്ചു, നിങ്ങൾ അദ്ദേഹത്തെയും സ്നേഹിച്ചു. ആ സ്നേഹബന്ധം മൻ അഹബ്ബലില്ലാഹി എന്ന ഹദീസിന്റെ മിസ്താക്കിൽ അള്ളാഹു ഉൾപ്പെടുത്തി നമുക്കൊക്കെ അള്ളാഹു കാമിലായ ഈമാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. ഒരു നല്ല സേവകനായി എനിക്ക് അനുഭവപ്പെട്ടത് കൊണ്ടാണ്, ഒരു പ്രിയ സുഹൃത്തിനെ പോലെ, ഒരു സഹോദരനെ പോലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അദ്ദേഹത്തെയാണ് കൂടുതൽ ബന്ധപ്പെട്ടത്. കാരണം പറയാനും
അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ആധികാരികമായി പറയാൻ പറ്റിയ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ, കുഞ്ഞുമുഹമ്മദാജി ഇവിടെ ഇല്ല, വാഹിദ് ഇവിടെ ഇല്ല, പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ മെസ്സേജുകളൊക്കെ, മറ്റൊരുപാട് സുഹൃത്തുക്കൾ നമുക്കിവിടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെയാണ് ഞാൻ കൂടുതൽ ബന്ധപ്പെടുകയും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരാളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഒരു പകരക്കാരൻ നന്നായി വരുവാനും ഈ സംവിധാനങ്ങളൊക്കെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും പടച്ചറപ്പ് തൗഫീഖ് തരുമാറാവട്ടെ എന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടെ ഞാൻ പ്രാർത്ഥനയിലേക്ക് വരികയാണ്. ഇരുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് എല്ലാവരും ഒരു 10 സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം